പറയണം. ആനാലിന്റെ ജ്ഞാനമാവതേതെന്നാൽ താനാവത് ആത്മാവാവതായിരുന്നാൽ ശരീരത്രയത്തിനും പഞ്ചകോശത്തിനും അന്യമായി അവസ്ഥാത്രയത്തിന് സാക്ഷിയായി നിത്യശുദ്ധബുദ്ധമുക്ത സത്യപരമാനന്ദ അദ്വൈത സ്വരൂപമായി സച്ചിദാനന്ദ സ്വരൂപമായിരിക്കും. സ്വപ്രകാശ സ്വരൂപമേ ആത്മാവെന്ന് ചൊല്ലപ്പെടും. ഇതാണ് ആത്മാവിന്റെ നിർവചനമാണ് പറഞ്ഞത്. ഇതാണ് ആത്മാവിന്റെ നിർവചനം. ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരിശോധിക്കേണ്ടതാണ്. ഓരോ ക്ലാസ്സാണ്. ശരീരത്ര വിലക്ഷണം, അതൊരു വലിയ ക്ലാസ്സാണ്. ഇത് ഒരുപക്ഷെ സ്വാമി ഇതിലേക്ക് പറയുമായിരിക്കും, നമുക്ക് വായിക്കുമ്പോൾ വരും. ശരീരത്ര വിലക്ഷണം എന്ന് വെച്ചാൽ ഈ 3 ശരീരങ്ങൾക്കും ഇത് വിലക്ഷണമാണ്. വേറെ ഒന്ന് പറഞ്ഞാൽ ഈ 3 ശരീരവും ആത്മാവല്ല. രണ്ടാമത് അവസ്ഥാത്രയത്തിന് സാക്ഷി. നമുക്ക് വന്നിട്ട് പോകുന്ന ജാഗ്രം, സ്വപ്നം, സുഷുപ്തി എന്നുള്ള 3 അവസ്ഥകളും അതിൽ കേവലം സാക്ഷി മാത്രമായി ഇരിക്കുന്നതാണ് ആത്മാ. ഈ 3 അവസ്ഥകളിലും ജീവന്മാരുണ്ട്. 3 ജീവന്മാരുടേതാണ് 3 അവസ്ഥ. ജാഗ്ര അഭിമാനി ജീവന്റെ പേര് ചിതാഭാസൻ എന്നാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത്, ചിതാഭാസൻ. സ്വപ്ന അഭിമാനി ജീവന്റെ പേര് തൈജസ്. സുഷുപ്തി അഭിമാനി ജീവന്റെ പേര് പാരമാർത്ഥികൻ. ഇതിന് 3 ജീവന്മാരാണ്. ഈ 3 അവസ്ഥകൾക്ക് അഭിമാനി. പക്ഷെ ആത്മാവ് ഈ അവസ്ഥകളിൽ അഭിമാനിയല്ല. ആത്മാവ് ഇതിന് സാക്ഷിയാണ്. ജീവൻ ഇതിന് അഭിമാനിയാണ്. വേറെ ഒന്ന് പറഞ്ഞാൽ ജീവന്റെതാണ് ഈ അവസ്ഥ, ആത്മാവിൻ്റെതല്ല. ആത്മാവ് എങ്ങനെ ഇരിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം കേവലമായി നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നിർവികാരമായിട്ടിരിക്കുകയാണ് സാക്ഷി. ഈ നിർവികാര ആത്മാ നമ്മുടെ ഒരു നിത്യാനുഭവമാണ് ഈ പറഞ്ഞത്. വെളിയിൽ എന്തെങ്കിലും ഒരു കാര്യമല്ല പറഞ്ഞത്. ഇത് നമ്മളുടെ എല്ലാവരുടെയും നിത്യാനുഭവമായിരിക്കുന്ന ഒരു പരമാർത്ഥത്തെ പറയേണ്ടത്. എന്താണ്? ഇതിനെല്ലാം കണ്ടുകൊണ്ട് ഇതിൽ നിർവികാരമായിട്ട് സാക്ഷി വർത്തിക്കുന്നതിന് നീ ലക്ഷണാവൃത്തിയിൽ അറിഞ്ഞോളാം. നമുക്കറിയാം ഈ ജാഗ്രത അവസ്ഥയിൽ നമ്മളെ ഈ ഉണർവസ്ഥ എന്നാണ് പറയുന്നത്. ഈ ലോക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ജാഗ്രത അവസ്ഥ. ഇവിടെയാണ് വാസ്തവത്തിൽ ഞാൻ ഈ ദേഹമാണെന്നുള്ള അഭിമാനത്തിലാണ് ഈ ജാഗ്രത അവസ്ഥ നിൽക്കുന്നത്. ഈ ദേഹമാണ് അഭിമാനം എന്നുള്ള രൂപത്തിൽ നിൽക്കുന്ന, അതായത് സൂര്യ ശരീരം, ഇതാണ് ജാഗ്രത അവസ്ഥ. സ്വപ്ന ശരീരമാണ് സൂക്ഷ്മാവസ്ഥ, അതാണ് സ്വപ്നാവസ്ഥ. അത് നമ്മുടെ സൂക്ഷ്മ ശരീരമാണ്, അതിൽ അഭിമാനമാണ് സ്വപ്നാവസ്ഥ. പിന്നെ പാരമാർത്ഥിക കാരണ ശരീരത്തിൽ അഭിമാനമാണ് ഈ പറഞ്ഞ പാരമാർത്ഥികൻ, അതാണ് നമ്മുടെ കാരണാവസ്ഥ. സ്ഥൂല സൂക്ഷ്മ കാരണ അവസ്ഥകൾ ആ അവസ്ഥയിലുള്ള അഭിമാനി ജീവന്റെയും സാക്ഷി മാത്രമായിട്ട് ഈ ആത്മാവ് വർത്തിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ ആദ്യം കളക്ട് ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് ഈ അവസ്ഥകളിൽ ചേരാത്തവനാണ്. ജീവൻ ഇതുമായിട്ട് ഇഴുകി ചേർന്നിരിക്കുന്നവനാണ്. അവർ പറയുന്നു, ഇഴുകി ചേർന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ജീവൻ ബദ്ധനായി, ദുഃഖിയായി, സംസാര ബന്ധത്തിന് ഈടുപെട്ടവനായി. എന്നാൽ ഈ ജീവൻ വാസ്തവത്തിൽ ഈ ആത്മാവിന്റെ തന്നെ ഒരു പ്രതിച്ഛായയാണ്. ചിതാഭാസം ചിത്തിൽ ആഭാസമായ ആത്മചൈതന്യം തന്നെ. പക്ഷെ ആഭാസമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ആഭാസമാകുന്നതിന് വന്നിരിക്കുന്ന പ്രതലവും കൂടെ ഇതിൽ കലരും. യഥാർത്ഥത്തിൽ കലരില്ല, എങ്കിലും കലർന്ന പോലെ ഒരു അനുഭവമാണ് ഇതിലുള്ളത് ജീവൻ. അതാണ് ജീവൻ ബദ്ധനായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കാരണം. എന്തുകൊണ്ട്? ജീവൻ ആ ഉപാധിയുടെ ശുദ്ധി അശുദ്ധി കണക്കാക്കി ഈ ജീവൻ ഇതിൽ ബദ്ധനായി ദുഃഖിയായിരിക്കുകയാണ്. അതായത് ഇപ്പൊ നീല പ്രതലത്തിൽ പ്രതിഫലിച്ച വെള്ള പ്രകാശമാണെങ്കിൽ അത് ഈ പറഞ്ഞ കളർ കലർന്ന് കണ്ടിട്ടില്ല. ഇതുപോലെ എല്ലാത്തിലും അതിൻ്റെ അശുദ്ധി കൂടി കലർന്നതുപോലെ തോന്നും, കലർന്നിട്ടില്ല. പക്ഷെ യഥാർത്ഥ ജീവനെ പിരിച്ച് ആത്മാവായിട്ട് അറിയുന്നതാണ് നമ്മളുടെ ഉദ്ദേശം. വേദം പറഞ്ഞിരിക്കുന്നതും തത്വമസിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ആ ജീവൻ ഈ ആത്മ തന്നെ, ഈ ഈശ്വരൻ തന്നെയാണ് ഈ ജീവൻ, ഒരു വ്യത്യാസവുമില്ല. ഈ 3 ശരീരങ്ങളാണ് നമ്മൾ ജാഗ്രം, സ്വപ്നം, സുഷുപ്തി എന്നുള്ള അവസ്ഥകളിലൂടെ പ്രതീതമാവുന്നത്. അറിയാമല്ലോ, ഈ ജാഗ്രത അവസ്ഥയിൽ ഈ അഭിമാനി ഈ ജീവൻ ഇതാണ് ഉപാധി, അല്ലെങ്കിൽ ഉപാധിയായിട്ടിരിക്കുന്ന ഈ ശരീരം, ഇതാണ് ഈ ശരീരം. ഈ ദേഹം ഞാനാണെന്നുള്ള നിലയാണ് ഈ ജാഗ്രത അവസ്ഥ. അതുകൊണ്ട് എന്ത് പറ്റും? ആ രൂപത്തിൽ ആ ദേഹസംബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും വ്യവഹരിച്ചുകൊണ്ടിരിക്കും. ദേഹത്തെ പിടിച്ചാണ് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മക്കളും
വീടും ധനവും എല്ലാം ഈ ദേഹത്തെ പിടിച്ചാണ്. ഞാൻ ഈ ദേഹം കൊണ്ട് വന്നപ്പോൾ അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് സംബന്ധിച്ചുള്ള വ്യവഹാരമാണ് മറ്റേതല്ല. ഈ എപ്പോഴും മനസ്സ് എപ്പോഴും വ്യവഹരിക്കുന്നതുമാണ് ഈ തൻ്റെ ജ്ഞാനം ഉണ്ടാകുന്നതിന് ഒരു തടസ്സമായിട്ടിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് അവർ പറയുന്നു, ലോകവിഷയങ്ങളിൽ പിടിച്ച് പ്രവർത്തിക്കാൻ ഉള്ള കാരണം എന്താണ്? ഞാൻ ഈ ദേഹമാണെന്നുള്ള അന്ധമായ ഈ ഒരു വിചാരം. ഈ ദേഹം ഞാനാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതെങ്ങനെയാണ് ഞാൻ കാണുന്ന ഈ ബുക്ക് ഞാനാവുന്നത്? ആവില്ലല്ലോ. ഇവർ പറയുന്ന ഇതാണ്, എങ്ങനെയാണോ ഞാൻ എന്നാൽ അറിയപ്പെടുന്ന വിഷയങ്ങൾ ഞാനാവാത്തത്. വാസ്തവത്തിൽ ഈ ദേഹത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ഇതിനകത്തുള്ള ഞരമ്പും രക്തഓട്ടവും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ലേ നമ്മൾ. അയ്യോ, ഹൃദയത്തിപ്പിൽ ചെറിയ വ്യത്യാസം വന്ന് ഇനി ECG ഒന്ന് എടുക്കണം തോന്നുന്നത് ആർക്കാണിത്? ഇതെല്ലാം അറിയുന്ന ആളല്ലേ നമ്മൾ. അപ്പൊ എങ്ങനെയാണ് ദേഹം ഈ പറഞ്ഞ ആത്മാവാകുന്നത്? ആത്മാവിനെ അറിയുന്നവനെന്നൊന്ന് വിചാരിക്കുക ഫസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അറിയുന്നവൻ എങ്ങനെയാണ് അറിയപ്പെടുന്ന വിഷയങ്ങളാവുന്നത്? അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും ആത്മാവല്ല. ഇതില് വെറുതെ തോന്നുന്ന കാര്യമാണ്. ഇത് വരും മറിയും. അതെങ്ങനെ അറിയാം? ജാഗ്രത വിട്ടായിട്ടില്ല ഉണ്ടോ? ജാഗ്രത അവസ്ഥ കഴിഞ്ഞ് സ്വപ്നാവസ്ഥയിൽ പ്രവേശിച്ച ആർക്കും ഈ സ്ഥൂല ശരീരം തോന്നിയിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന ഈ നില, ഇതാണ് ജാഗ്രത അവസ്ഥ. ജാഗ്രത അവസ്ഥ എന്ന് പറയാനുള്ള വേറൊരു കാരണം പറയുന്നത്, ഏറ്റവും കൂടുതൽ ജാഗ്രത വേണ്ട ഒരവസ്ഥയാണ്. കാരണം ഈ അവസ്ഥയിൽ ഇരുന്ന് ഈ ആത്മാനാത്മാക്കളെ പിരിച്ച് ഗുരു വേദാന്ത ശാസ്ത്രങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ ജീവന് ശ്രേയസ്സിലേക്ക് പോകാം. ജീവന് ശ്രേയസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ദശയാണ് ഈ ജാഗ്രത അവസ്ഥ. പക്ഷെ ഇപ്പോഴും ഈ ദശ പോലും നമുക്ക് സ്വപ്നാവസ്ഥയാണ്. അജ്ഞാനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നാവസ്ഥയാണ്. അവനിവിടെ എന്താണ് കാണുന്നത്? അവിടെ സ്വപ്നം കണ്ടപ്പോഴും പിന്നെ എന്തൊക്കെയോ കണ്ടല്ലോ. അതില് പോയി പണപ്പെട്ടി മോഷിച്ചുകൊണ്ട് പോയെന്നും അത് സംബന്ധിച്ച് നിലവിളിച്ചെന്നും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പരിഭ്രമിച്ചെന്നും ഒക്കെ സ്വപ്നത്തിൽ കണ്ടില്ലേ? അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഈ ജാഗ്രത അവസ്ഥ ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. കാരണം ഇവിടെ വിവേകിക്കാൻ ഒരാൾക്ക് സാധിക്കും. ഈ കരണങ്ങളെല്ലാം ഉണർന്നു നിൽക്കുകയാണ് ഈ സമയത്ത്. ബുദ്ധി പ്രവർത്തിക്കുന്നു, മനസ്സ് പ്രവർത്തിക്കുന്നു, എല്ലാം അതിൻ്റെതായ രൂപത്തിൽ എല്ലാം ഉണർന്നു നിൽക്കുന്നു. ഇതാണ് ജാഗ്രത അവസ്ഥ. ഈ അവസ്ഥ ശാസ്ത്രങ്ങൾ പറയുന്നതാണ്. പകൽ ചെയ്യും മൂഴിയൻ ദിശയ്ക്കുണ്ടോ? ഈ പകല് എന്ന് പറയുന്ന ഇത് ഇത്രയും മേന്മയുണ്ടോ നമ്മുടെ ദിശയ്ക്ക്? രാത്രിക്ക് ഇത്രയും മേന്മയുണ്ടോ? ഇല്ല. അതിനവർ പറയുന്ന കാരണം എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ തന്നെ അമ്മമാരൊക്കെ ഇവിടെ വന്നില്ലേ? എവിടെ നിന്നൊക്കെയോ വന്നതല്ലേ? അപ്പോൾ അതിന് വേണ്ടി വരാനും ഇവിടെ വന്ന് ഒത്തുകൂടാനും ഇരിക്കാനും ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ വായിക്കുന്നത് കേൾക്കാനും അല്ലേ, ഒക്കെ നമുക്ക് ഈ ജാഗ്രത ചെയ്യുന്ന പോലെ ഗുണം വേറെ ഏതെങ്കിലും അവസ്ഥ ചെയ്യും. ഇപ്പോൾ സ്വപ്നത്തിൽ കിടന്നാൽ വരുമോ? ഉറക്കത്തിൽ കിടന്നാൽ വരുമോ? അതുകൊണ്ടാണ് പറയുന്നത്, വാസ്തവത്തിൽ ഈ ജാഗ്രത എന്ന് പറയുന്നത് സവികൽപ്പ സമാധി നിലയാണ്. ഇത് വളരെ ഉയർന്ന ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാം മറന്നു. അയ്യോ, കൊച്ചിനാവോ അവന് സ്കൂളിൽ പോകണം, അവൻ്റെ ചോറ് കൊടുത്തില്ല, ഇതെല്ലാം മറന്നിരിക്കാനും ഒരു അവസരം വേണ്ടത് നമുക്ക്. അതാണിത്. ഈ സത്സംഗം അതാണ് സൃഷ്ടിക്കുക. ആ ഒരു സമയം നമുക്ക് ഉണ്ടാക്കി തരും. ഇവിടെ ഞാൻ പറഞ്ഞത് കുറച്ചൊരു അഡ്വാൻസാണ്. വാസ്തവത്തിൽ ഈ ജാഗ്രത അവസ്ഥയിൽ നിന്നത് സവികൽപ്പ സമാധിയാണ്. ഈ ജാഗ്രത അവസ്ഥയിൽ ഇരുന്ന് വേണം നമ്മൾ ആ നിർവികൽപ്പ സമാധി ഉണ്ടാക്കാൻ. വാസ്തവത്തിൽ ഇങ്ങനെ പഴകുന്ന ഇനി ജാഗ്രത അവസ്ഥയെ പറ്റി അല്പം കൂടെ പറയുന്നുണ്ട് വേദം. ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് വളരെ ജാഗ്രതമായിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് എന്തിനാണ് ജാഗ്രത എന്ന് ചോദിച്ചാൽ, വർത്തമാന കാലത്തിൽ വ്യവഹരിച്ചോളാം. വർത്തമാനകാലത്തിൽ മാത്രം വ്യവഹരിക്കുക. ഭൂതവും ഭാവിയും ഇല്ലാതെ കേവല വർത്തമാനത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു നിലയാണ് വാസ്തവത്തിൽ ജാഗ്രത അവസ്ഥ. ഇതിനെയാണ് നമ്മൾ പൊല്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളുടനെ മനസ്സിനെ കൊണ്ടുവന്നിട്ട്, പണ്ടാണെങ്കിൽ എനിക്ക് ഇങ്ങനെയല്ലായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സ് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഓരോന്ന് വിളമ്പുകയാണ്. വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളത് ആ വർത്തമാനകാലം മാത്രമാണ് വാസ്തവം. വർത്തമാനകാലം എന്ന് പറയുന്നത് വെച്ചാൽ ആ പ്രസന്റ് നടക്കുന്നത്, അതിന് ഭാവിയില്ല ഭൂതവുമില്ല.
കുറച്ച് ബാക്കിലോട്ട് പോകുന്നത് ഭൂതമായി. അത് പറയുമ്പോൾ വർത്തമാനകാലം ഭൂതമാകും, അത് തന്നെ ഭാവിയാകും. കേവല വർത്തമാനത്തിൽ ജ്ഞാനികൾ സവികൽപ്പ സമാധി നിലയിലിരിക്കുന്നു. അതാണ് അവരുടെ നിഷ്ഠ. നിഷ്ഠ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, മനസ്സ് വരരുത്. മനസ്സാണ് ഭൂതവും ഭാവിയായിട്ടിരിക്കുന്നത്. വർത്തമാനകാലം അറിവാണ്. കേവല അറിവിലിരുന്ന് ധ്യാനിക്കുക, അല്ലെങ്കിൽ അറിവിൽ തന്നെ ഇരിക്കുക സാധിക്കും. അതിലെ ജ്ഞാനികൾ മഹത്തുക്കൾ അതാണ്. അവരുടെ ഇരിപ്പെന്ന് പറയുന്നത് ആ വർത്തമാനകാലത്തിൽ മാത്രമാണ്. വർത്തമാനകാലത്തിൽ ഒരു പോയിന്റാണ്. ആ പോയിന്റ് ഇങ്ങനെ ഇപ്പുറം പോയ ഭൂതമായി, അപ്പുറം പോയ ഭാവിയായി. ഈ ഭൂതത്തെ ഭാവിയെ സൃഷ്ടിക്കുന്നത് ആരാണ്? ഈ മനസ്സാണ്. ഒരു പറയും മനസ്സറ്റ സമാധി എന്ന് പറയുന്നത് ഇതിനെയാണ്, സവികൽപ്പ സമാധിയാണ്. ഇങ്ങനെ മനസ്സറ്റ് ആ സമാധി നമുക്ക് എന്തുകൊണ്ട് വരുത്തിക്കൂടാന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഈ ലോകസത്യ ബുദ്ധി വിട്ടാൽ മതി, ഞാൻ ഈ ദേഹമാണെന്നുള്ള തെറ്റിദ്ധാരണം അറിയാൻ മതി. കാരണം അറിവേ സ്വരൂപമാണെന്ന് വേദം പറഞ്ഞതിന് വിശ്വസിക്കുകയും അതിന് മനനം ചെയ്ത് വാസ്തവമെന്ന് കാണുകയും ചെയ്താൽ മതി. തീർന്നു. ഇവിടെ നിഷ്ഠയില്ല, വേറെ ഒന്നും ചെയ്യണ്ട. ജ്ഞാനം പറയുന്നത് നമ്മൾ എത്രയോ കാലം ഇങ്ങനെ അഭ്യസിച്ച് ജ്ഞാനം വരികയല്ല ചെയ്യുന്നത്. ജ്ഞാനത്തെ പറ്റി പറയുന്നത് ആക്കർക്കും അന്നേരം അമ്പ് വീഴും അന്നേരം. ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു അമ്പ് തൊടുത്തയച്ചാൽ പറഞ്ഞു തീരുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് കൊള്ളുന്ന പോലെ. ഇതിന് എടുക്കുന്ന സമയം 0 ടൈമാണ്. എന്നുവെച്ചാൽ വിത്തിൻ നോ ടൈമിലാണ് ജ്ഞാനം ഇതിൽ വരുന്നത്. പക്ഷെ ഇങ്ങനെയെല്ലാം ചെയ്തത് ജ്ഞാനം വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ കുറവുകളുണ്ട്, ചെയ്തത് ശരിയല്ല. അതിനാണ് നമ്മൾ വീണ്ടും മനനം ചെയ്ത് നമ്മുടെ ആ പോരായ്മയെ മാറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അപ്പോൾ കേവല വർത്തമാനത്തിൽ ഈ ജ്ഞാനികൾ വരുന്നു. അങ്ങനെ പറയുമ്പോൾ അവരെല്ലാം സവികൽപ്പ സമാധിയിൽ ഇരിക്കുന്നു. അവർ പ്രവർത്തിക്കുക തന്നെയാണ്, പക്ഷെ അവർ സവികൽപ്പ സമാധിയിലാണ്. അവരെ സംബന്ധിച്ച് കർമ്മമില്ല. കാരണം എന്ന് വെച്ചാൽ മനസ്സവിടെ കൊള്ളുന്നില്ല. മനസ്സ് വരേണ്ട ഒരു കാര്യവും അവർ ചെയ്യില്ല. അവരുടെ വിവേകം എന്ന് വെച്ചാൽ മനസ്സിനെ ഇതിൽ തോട്ടിക്കില്ല എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. മനസ്സാണ് ഭൂതവും ഭാവിയും സങ്കല്പം ചെയ്യാൻ തുടങ്ങുന്ന കണ്ടിട്ടില്ലേ? ഒരു വിഷയത്തെക്കുറിച്ച് പിടിച്ച് സങ്കല്പം ചെയ്യുന്ന സ്വഭാവത്തെയാണ് മനസ്സെന്ന് തന്നെ പറയുന്നത്. ഈ അറിവിൽ തന്നെ ഈ സങ്കല്പ സ്വഭാവം വരുമ്പോൾ മനസ്സാവും, നിശ്ചയ സ്വഭാവം വരുമ്പോൾ അത് ബുദ്ധിയാവും, ഓർമ്മിക്കൽ സ്വഭാവം വരുമ്പോൾ അത് ചിത്തമാകും, ഞാനെന്ന് ഊറ്റക്കൊള്ളുന്ന സ്വഭാവം വരുമ്പോൾ അത് അഹങ്കാരമാകും. ഈ രൂപത്തിൽ ഇങ്ങനെ മാറി തത്തിക്കളിക്കും. വാസ്തവത്തിൽ ഈ അറിവ്, കേവല അറിവ് എന്ന് പറഞ്ഞാൽ വർത്തമാന കാലത്തിലെ അറിവ്. ആ അറിവ് മാത്രം സത്യം, ബാക്കിയെല്ലാം കേവലം മാനസികം. മനോമയം തദ്ഭുവനം സമസ്തം. അമ്മ നിങ്ങൾക്കൊക്കെ ഇത് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതിൻ്റെ പരമാർത്ഥത്തെ പറയാതെ എന്തെങ്കിലും വച്ച് ഒരു കാലക്ഷേപം ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതൊക്കെ നമ്മൾക്ക് മനസ്സിലായി പോലും മനസ്സിലായില്ല പോലും. പരമാർത്ഥം പറഞ്ഞു, പരമാർത്ഥം കേട്ടു. ഇതാണ്. അപ്പോൾ സാറ് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത്. ഈ ജാഗ്രമാണിത്. ഈ ജാഗ്രത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്, അജ്ഞാനികളെ സംബന്ധിച്ച് ഇതൊരു സ്വപ്നമാണ്, ദീർഘ സ്വപ്നമായിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് തൻ്റെ മോൻ, അവന് ആ 1 വയസ്സിൽ കണ്ട ആ രൂപത്തിലോ അവൻ എത്ര നന്നായിരുന്നു, അവൻ എങ്ങനെയിരുന്നു, അവൻ അങ്ങനെ ഇരുന്നു ഇങ്ങനെ ഇരുന്നു ഭാവനകളൊക്കെ ഈ ജാഗ്രത അവസ്ഥയെ കൊണ്ടുവന്ന് നമ്മൾ അതിന് സ്വപ്നാവസ്ഥയാക്കി മാറ്റി. ഈ ജാഗ്രത അവസ്ഥയെ സ്വപ്നാവസ്ഥയാക്കി മാറ്റി. വേദം പറയുന്നു ദീർഘ സ്വപ്നം എന്ന് പറഞ്ഞിരിക്കും ഈ ജാഗ്രത അവസ്ഥ. പക്ഷെ ജ്ഞാനികൾക്ക് സവികൽപ്പ സമാധിയാണ്. നോക്കണം, അവർ പ്രവർത്തിക്കും. ഈ സഹജാനസ്വാമി സാർ പറഞ്ഞില്ലേ, ആത്മാരാമസ്വാമികളും അവരെല്ലാം വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നോ? അവർ ലോകത്തിറങ്ങി പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ അവർ മനസ്സ് കൊണ്ടല്ല കർമ്മം ചെയ്തത്. അവർ കേവലം അറിവിൽ നിന്നുകൊണ്ട് വ്യവഹരിച്ചു. അറിവിൽ നിന്ന് വ്യവഹരിക്കുന്നത് ഒരു കുറ്റമേ അല്ല. കാരണം അതിൽ കർമ്മം പറ്റില്ല. പുനരാവർത്തി രഹിതമായ ഒരു നില അതിനുണ്ട്. മറ്റൊന്നിനല്ല. അപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. ആ മനസ്സതിൽ വരുമ്പോൾ എന്ത് പറ്റും? പോരായ്മ വരാൻ തുടങ്ങി. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ശരിയായില്ല എന്നായി പോരായ്മ. കുറച്ചുകൂടെയൊക്കെ നന്നാക്കാം എന്നുള്ള അത് വേറൊരു പോരായ്മ. ഇങ്ങനെ പോരായ്മകളെ കൊണ്ടാണ് മനസ്സിതിൽ പ്രവേശിക്കുന്നത്. അതാണ് ദുഃഖത്തിൽ കൊണ്ടുവന്ന് ചേർന്നത്. വർത്തമാന കാലത്തിൽ ദുഃഖമൊന്നുമില്ല ആർക്കും. ഇനി ഒന്നുകൂടെ പറയാം. വേദങ്ങൾ പറഞ്ഞിരിക്കുന്നു ഈ സവികൽപ്പ സമാധി നിലയുടെ ഒരു ഉദാഹരണം എങ്ങനെയെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് നമ്മൾ കാട്ടിലൂടെ എങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത്
വ്യാഘ്രരൂപമായ ഒരു പുലി മുമ്പിൽ അകപ്പെട്ടാൽ കുറച്ചു സമയം ഈ പുരുഷൻ ബാഹ്യവും ആഭ്യന്തരവും എല്ലാം മറന്ന് കുറച്ച് സമയം നിൽക്കും. ഇത് ഒരു സമാധി എന്നാണ്. അത് അനുഭവിച്ചാലേ പറയും മനസ്സിലാവുള്ളൂ. ഈ ഒരു സമാധിയെ പരിചയപ്പെടുത്താനായിട്ട് വേദം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണിത്. ഇത് ത്രിപുര രഹസ്യത്തിലാണ് ഇത് വരുന്നത്. അതായത് എതിർച്ച ഒരു സംഭവം നമ്മുടെ മുമ്പിൽ വരികയാണ്. അത് അത്യന്തം അപകടകരമായ ഒരു സംഭവമാണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഈ പുരുഷന് സംഭവിക്കുന്ന എന്താണ്? ഈ മനസ്സ് അസ്തമിച്ചു പോകും. ഇതിനാണ് സമാധി എന്ന് പറയുന്നത്. എങ്ങനെ മനസ്സ് അസ്തമിച്ചു പോകും? ഇവൻ കുറച്ചു സമയം ബാഹ്യവും ആഭ്യന്തരവും മറന്നവനായിട്ട് സ്വപ്പം നേരം നിൽക്കില്ലേ? ഇത് തന്നെ സമാധി. ഇതൊരു ഉദാഹരണമാണ്. ഇങ്ങനെയൊക്കെ ആവണമെന്നില്ല. ഇതാണ് ആ വർത്തമാനകാലത്തിൽ മാത്രം അവർ വ്യവഹരിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത് തന്നെ. നമ്മൾ എന്ത് ചെയ്യണം? കേവല വർത്തമാനത്തിൽ നിൽക്കാൻ ശ്രമിക്കണം. അതിൽ ഭൂതത്തെയോ ഭാവിയെ കൊണ്ട് ചേർക്കരുത്. ഗുരുദേവൻ പാടി ഒരു പാട്ടിൽ, നമ്മുടെ നാരായണ ഗുരുദേവൻ, നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനം. ഭൂതഭാവം പിന്നെ പറയാം, നീ തന്നെ വർത്തമാനവും. വർത്തമാന കാലമായിരിക്കുന്നതും അല്ലയോ ഭഗവാൻ നീ തന്നെയാണ്. പറഞ്ഞു കേട്ടോ. ഈ ഈശ്വരൻ എന്ന് പറയുന്ന ആ നാമം ജ്ഞാനത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ജ്ഞാനമായിരിക്കുന്നത് വർത്തമാനമാണ്. ആ വർത്തമാനകാലം ജ്ഞാനമാണ്. ഇതിന്റെ ഇടത്തും വലത്തുമായിട്ട് ഭൂതോ ഭാവി നിൽക്കുന്നു. അത് സൂക്ഷിക്കുക. ഇതിനൊരു ജാഗ്രത. ഈ ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞത് ഇതിനു വേണ്ടി തന്നെ. ഇത് നമ്മുടെ സ്വാമിമാർ പറഞ്ഞ്, നമ്മുടെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞ തിരുമാനസ്വാമിയൊക്കെ ഇതിന്റെ ഭയങ്കര ശാസ്ത്രീയമായിട്ട് ഗവേഷകന്മാരാണ്. ഇവരൊക്കെ ബുദ്ധിയൊക്കെ എവിടെ പോയി നിൽക്കണമെന്നും ആർക്കും പറയാൻ പറ്റില്ല. ഇവർ പറഞ്ഞു തന്ന വളരെ സട്ടിലായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അങ്ങനെ നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും. വാസ്തവത്തിൽ ഈ ഭൂതവും ഭാവിയും വേറെ ഒന്നുമല്ല, വർത്തമാനം തന്നെയാണ്. പക്ഷെ വർത്തമാനം തന്നെയാണെന്ന് പറയുമ്പോൾ അത് വർത്തമാനത്തിലുള്ളതുപോലെ കേവല അറിവായിട്ട് അതിനെ കാണാൻ സാധിക്കണ ഒരാൾക്ക്. നമുക്ക് അങ്ങനെയാണോ? നമുക്ക് ആ മനസ്സ് വന്നിട്ട് എന്തിനാണ് ഉണ്ടാക്കിയത്? ദുഃഖത്തെ ഉണ്ടാക്കിയല്ലേ? കഷ്ടമായിരിക്കും. അയ്യോ, എന്നാലും അങ്ങനെ വരില്ലായിരുന്നു. ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ വരില്ല. ഈ രൂപത്തിലൊക്കെ മനസ്സിൽ പ്രവർത്തിക്കുന്നതാണ് പോലും ആ വർത്തമാനകാലം, ആ സൂക്ഷ്മമായിരിക്കുന്ന വർത്തമാനകാല ജ്ഞാനത്തെ മറച്ചു കളയുന്നു. അതിന് ഭക്തികൾ പറയുന്നു, അതിൽ തന്നെ നിൽക്കും, അതിനെ തന്നെ നിലകൊള്ളും. നമ്മുടെ രമണ ഭഗവാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. വർത്തമാനകാലമേ വാസ്തവം വർത്തമാനം. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ്. ഈ പാട്ടുകളിലൂടെ നമുക്ക് തരുന്ന ഉപദേശം എന്ന് പറയുമ്പോൾ, ഈ ജാഗ്രത അവസ്ഥ നമുക്കിത് സ്വപ്നമാക്കി കളയാതെ, സ്വപ്നം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കണക്ക് ബന്ധങ്ങളും അതും ഇതുമൊക്കെ പറ്റി ചിന്തിച്ച് മനസ്സിൽ പ്രവർത്തിപ്പിച്ചു കൊണ്ടുവരാതെ കേവലമായിട്ട് ആ അറിവിൽ മാത്രമായിട്ട് നിൽക്കാൻ ഒരാൾ ശ്രമിക്കുകയാണെങ്കിൽ സാധിക്കും. അങ്ങനെ ശ്രമിച്ച് സാധിച്ചാൽ ഉണ്ടല്ലോ അലൗകികമായ നിർവികൽപ്പ സമാധിയിൽ വരും. നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത് ഇതിന് ഫലമായിട്ട് വരെയാണ്. അത് കർത്തൃതന്ത്രമല്ല. നമ്മളെ ഈ സവികൽപ്പ സമാധി പോലും കർത്തൃതന്ത്രമാണ്. നമ്മൾ ഒരു പ്രയത്നിച്ചാണ് ഇത് ഉണ്ടാക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് ഇപ്പം. പക്ഷെ ഒറ്റയടിക്ക് നിർവികൽപ്പം എന്ന് പറയുമ്പോൾ ഒരു പ്രയത്നമില്ലാതെ ഈ നിലനിൽക്കും. ഇതിനാണ് നിർവികൽപ്പ സമാധി എന്ന് തന്നെ പറയും. ഈ നിർവികൽപ്പ സമാധിയിലാണ് പോലും മഹത്തുക്കളെല്ലാം ആണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഈ ഭൂതമോ ഭാവിയോ ജനിപ്പിക്കുന്ന മനസ്സില്ല, മനസ്സറ്റ് പോയി. മനസ്സറ്റ സമാധി എന്ന് ഇതിനെ പ്രകീർത്തിക്കും മഹത്തുക്കൾ. ഇതിന് ഇപ്പൊ ഈ ജാഗ്രത അവസ്ഥയെ പറ്റി പറഞ്ഞപ്പോൾ, ഈ ജാഗ്രത അവസ്ഥ, ജീവന്റെ ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കാണുന്ന ലോകത്തോട് സംബന്ധപ്പെട്ട് സ്ഥൂല ശരീരവുമായിട്ട് ഞാനെന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്ന ഒരു നിലയാണ്. സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരമാണ്. സൂക്ഷ്മ ശരീരം എന്ന് വെച്ചാൽ 17 അവയവങ്ങളോട് ചേർന്നതാണ് സൂക്ഷ്മ ശരീരം. അതിൽ ഇവർ പറയുന്നു ഇന്ദ്രിയങ്ങൾ 5, പ്രാണങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, അങ്ങനെ 15. പിന്നെ മനസ്സ് ബുദ്ധിയും കൂടെ ചേർത്ത് 2ആയിട്ട് എടുത്തിട്ട് 17 തത്വമാണ് ഈ സൂക്ഷ്മ ശരീരം. മരണാനന്തരം പോകുന്നത് ഈ സൂക്ഷ്മ ശരീരമാണ്. സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല. സ്ഥൂല ശരീരം പട്ടടയിൽ വെച്ച് തീ കത്തിച്ചങ്ങ് കളയാം. സൂക്ഷ്മ ശരീരം നശിക്കില്ല, അത് പോകും. അത് ഈ പറഞ്ഞ ഇവരെ എല്ലാ പരിവാരത്തോടു കൂടി ഇവർ പോകും. അടുത്ത ശരീരം സ്വീകരിക്കാൻ പോവുകയാണ്.
അതായത് വാസ്തവത്തിൽ സൂക്ഷ്മത്തിൽ എല്ലാവരും നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് മഹത്തുക്കളെയൊക്കെ നമ്മൾ പിന്നെയും എന്തിനാണ് ഇങ്ങനെ ചത്തു പോയില്ലേ എന്നൊക്കെയുള്ള ഭാവം ഇത് വേണ്ട. സൂക്ഷ്മത്തിൽ അവർ പ്രവർത്തിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് ഈ വിജ്ഞാനത്തെ നമുക്ക് നമ്മിൽ എന്താ പറയും പ്രാക്ടിക്കലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ല ഒരിക്കലും സാധിക്കില്ല. ഈ വൃത്തമാരുടെ അനുഗ്രഹമല്ല ഒരു കാര്യവും സാധിക്കും. കറക്റ്റ്. അപ്പോൾ ഇതുപോലെ അവരിതില് സൂക്ഷ്മത്തില് പ്രവർത്തിക്കും. ഇത് ഭാഗം വായിക്കുമ്പോൾ തന്നെ എന്തിനാണ് സ്വാമി നമ്മളവിടെ ഇതൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത്? എന്തിനാണ് ഇത് പറയുന്നു? അനേക സൂക്ഷ്മ ശരീരികൾ വന്ന് ഇതിൽ കൂടി പാർക്കുമെന്നാണ്. കാരണം എല്ലാവരും മുക്തിക്ക് ആഗ്രഹിച്ച് സ്ഥൂലത്തിലിരിക്കുന്ന നമ്മൾ അവർ സൂക്ഷ്മത്തിൽ എത്ര പേരിരിക്കുന്നു, പക്ഷെ നമുക്ക് കാണാൻ ഒക്കില്ലെന്നേ ഉള്ളൂ. ഇവരെല്ലാം വന്ന് ഇത് കേൾക്കാനായിട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്കിപ്പോ അങ്ങനെ ഒരു ശക്തി എന്ന് പറഞ്ഞാലും നമ്മൾ അപ്പോ അത് നമ്മുടെ ഒരു കാര്യമില്ല. പക്ഷെ ഇതാണ് ഇതിന്റെ സത്യം. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഭയഭവ്യതയോടുകൂടി ഇതിൽ നിൽക്കണം. അതാണ് ഇതിൽ വേണ്ടത്. അപ്പൊ ഇല്ല എന്ന് ഇതിൽ ആരും ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ പോയി. കാരണം അവരുടെ സൂക്ഷ്മത്തിൽ അവരെല്ലാം സജീവമാണ്. ഗുരുദേവൻ സജീവമാണ്. അവിടെ ചിന്താൻ സ്വാമികൾ കൂടെ പറയും ഗുരുദേവൻ ഇവിടെയാണ് നിൽക്കുന്നതെന്ന്. വേറെ നല്ല സ്വാമി പറയുന്നത് ജ്ഞാനെ സംബന്ധിച്ചുള്ള ക്ലാസ് മുഖരിതമാണ്. നമുക്കിതിന്റെ കാര്യം ആദ്യം ഇതൊരു സ്ഥൂലത്തിൽ ഇങ്ങനെ കേൾക്കാം. പിന്നെ നമ്മൾ ഇരുന്ന് തന്നെ അത് സൂക്ഷ്മത പ്രാപിക്കും. അത് ഇന്നറാണ്, മനസ്സിലായി? വെളി പറയുന്നതല്ല ഇത്. അതിന് സ്വാമി പറയുന്ന ഒരു വാക്കിതാണ്, ഇതിനകത്തെ ഞാൻ പറയുമ്പോഴേ ഇതിന് ഒരർത്ഥം ഇതിനകത്തുകൂടെ ഓടുന്നുണ്ട്. അതിന് ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചു. അർത്ഥം നമുക്ക് ഗ്രഹിക്കാം, ഇല്ല? ഒരർത്ഥം നമുക്ക് ഇതാ എഴുതി വയ്ക്കാം. പക്ഷെ ഇതിനകത്തുകൂടെ ഒരർത്ഥം ഓടുന്നുണ്ട്, അതിന് ഗ്രഹിക്കാൻ സാധിച്ചു. ഇപ്പോൾ നമ്മുടെ ശുഗം ബ്രഹ്മർഷിക്കും വ്യാസഭഗവാന്റെ മകനാണല്ലോ ശുഗബ്രഹ്മർഷി. അപ്പം ഭഗവാന്റെ എല്ലാ ശാസ്ത്രങ്ങളും വേദങ്ങളും ഒക്കെ വായിച്ച് ഒക്കെ ഉണ്ട്. അങ്ങനെ ശുഗൻ പിന്നെ എല്ലാം അറിയാവുന്ന ഒരു ഭാവത്തിൽ അങ്ങനെ കഴിയുകയാണ്. ജ്ഞാനം ഉണ്ടായില്ല. വ്യാസഭഗവാനാണെങ്കിൽ ഈ ശുഗന് ജ്ഞാനം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം. അപ്പോൾ അദ്ദേഹം നോക്കി ഒരു പ്രാവശ്യം വിളിച്ചു, മോനെ ഈ വാ. അപ്പം എന്തോ ഒരു ശാസ്ത്രം പറയാൻ തുടങ്ങിയപ്പോൾ ശുഗൻ പറഞ്ഞു, അച്ഛൻ ഇതൊക്കെ ഞാൻ കാണാൻ പഠിച്ചു കഴിഞ്ഞു, എനിക്കിതെല്ലാം അറിയാം. അച്ഛൻ ഇനിയിപ്പോൾ ഒന്നേന്ന് പഠിപ്പിക്കണ്ട. വാസ്തവത്തിന് ആ കുട്ടിക്കെല്ലാം അറിയാം, എന്ത് ചെയ്യാം. പക്ഷെ ഇതിനകത്തുകൂടൊരു സാധനമുണ്ട്, അത് നിനക്ക് അറിയാമോ എന്നുള്ളതാണ് ചോദ്യം. ഇത് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് നേരെ ജനവാലയത്തിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടത്. അന്നത്തെ കാലത്തെ വേറെ ഒരു വഴിയില്ല. അവിടെ ചെന്നപ്പോഴേ സംഗതി മാറി. അച്ഛനോടുള്ള അത്ര ലാഘബുദ്ധിയില്ല. അവിടെ പറയണ കേട്ടോണ്ട് നിൽക്കേണ്ടി വരും. ആ കണ്ടീഷനില്ല. ഇങ്ങനെയൊക്കെയാണ്. ഇതിനകത്തുകൂടെ ഒരു അർത്ഥം ഓടുന്നുണ്ട്. അമ്മേ, ഇത് നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ പുണ്യം വേണം. പുണ്യം, ഈ പുണ്യത്തെയാണ് ഇവർ പറയുന്നത് നിഷ്കാമ കർമ്മങ്ങൾ ചെയ്ത് സമ്പാദിച്ചോളുക. ഇഷ്ടംപോലെ നിഷ്കാമ കർമ്മങ്ങൾ, ആശ്രമസേവകളൊക്കെ നമുക്ക് വിധിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ പുണ്യം ഉണ്ടാകാനാണ്. ഈ പുണ്യം ഉണ്ടായാലാണ് ഇതിനകത്തു കൂടെ ഓടുന്ന ഒരർത്ഥത്തെ ഒരാൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. കാതുകൊണ്ടോ കണ്ണുകൊണ്ടോ മൂക്കൊണ്ടോ അല്ല, ഹൃദയം കൊണ്ട് ഗ്രഹിക്കും. ഹൃദയം കൊണ്ട് തന്നെ ഗ്രഹിക്കണം. ഏതോ ഒരു സ്വാമി ഇങ്ങനെ പ്രഭാഷണത്തിൽ പറയണ്ടായി. ഞാൻ പറയണതൊക്കെ കേൾക്കുന്നുണ്ടോ? സ്വാമി എങ്ങനെ കേൾക്കും? കാതിൽ കേൾക്കല്ലേ, അങ്ങനെ ഗ്രഹിക്കും. ഇത് എങ്ങോട്ട് പോകുന്നു? ഈ കാതുവഴി കയറ്റി ഈ കാതുവഴി പോകുന്നു, അത് പാടില്ല. ഇത് നേരെ ചെന്ന് ഹൃദയത്തിൽ ഇറങ്ങണം. ഇതാണ് ഒരു പറയും. മനസ്സിലായില്ലേ? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമുക്ക് അനുഭവത്തിൽ വരേണ്ട കാര്യം. ഇത് വെറുതെ ഒരു വാചക അടിയല്ലേ. ഇതിനകത്ത് സൂക്ഷ്മമായിട്ട് ഒരർത്ഥം നമ്മളെ എല്ലാവരെയും ആത്മസാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇതിനാണ് വിവേകത്തിൽ വട്ടി വളച്ച് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലേ ഇതെല്ലാം കൂടെ ഇതിൽ ഒക്കുള്ളൂ. അതിനാണ് ഇത്രയും പടർന്ന് കിടക്കുന്നത്. അതല്ലെങ്കിൽ ശുഗന് ഒടുവിൽ കൊടുത്ത ഉപദേശം, മോനെ നീ ബ്രഹ്മത്തിലിരുന്നാണ് തപസ് ചെയ്യുന്നത്, നീ അറിയുന്നുണ്ടോ? ഇത്രയാണ് ശുഗൻ ബ്രഹ്മർഷിക്ക്. അന്ന് ബ്രഹ്മർഷിയല്ല, ജനക മഹാരാജ് കൊടുത്ത ഉപദേശം. പറഞ്ഞു തീരുന്നുമ്പേ
ജ്ഞാനത്തിന്റെ പാരമ്യതയിലേക്ക് പോയെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഒരു പക്ഷേ അത്രത്തോളം ഒരു ഒരു ശക്തമായിട്ട് ആർക്കും വന്നിട്ടില്ല. പറഞ്ഞു തീരുന്നവേ തന്നെ പിന്നെ എല്ലാം പോയി. പുറകെ മോനെ മോനെ എന്ന് വിളിച്ച അച്ഛൻ വരെയുണ്ട്. അച്ഛനെന്ന് അറിഞ്ഞൂടാ, ആരെ അറിഞ്ഞൂടാ. കേവല അറിവ് മാത്രമായിട്ട് ആ മനസ്സറ്റ് പോയി. മനസ്സത്തെ സമാധി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. മനസ്സാണ് ഇതെല്ലാം പിടിച്ചു വെച്ചേക്കുന്നത്. അത് ഇത് മറ്റൊന്ന് മറിച്ച് എന്നൊക്കെയുള്ള ഈ പറയുന്ന ആ ഈ പിന്നെ എന്ത് ജ്ഞാനം, ആപേക്ഷിക ജ്ഞാനം എന്നാണ് ഇത്. ആപേക്ഷിക ജ്ഞാനങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി പോകും. അവിടെ എല്ലാം ഉണ്ട്, പക്ഷെ അതിൽ ബന്ധമൊന്നുമില്ല. അച്ഛനായിരിക്കും മുമ്പായിരിക്കുന്നത്, പക്ഷെ അച്ഛനൊന്നുമില്ല. ഒരാൾ ഈശ്വര സൃഷ്ടമായിട്ട് എല്ലാം പ്രകടമാവും, പക്ഷെ ജീവസൃഷ്ടമായിട്ടുള്ള എല്ലാം അസ്തമിച്ചു. ഈശ്വര സൃഷ്ടം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈശ്വര സൃഷ്ടമാണ് ഒരു സ്ത്രീ എന്നുണ്ടെങ്കിൽ അതിൽ ജീവന്റെ സൃഷ്ടിയാണ്. അതിൽ മകളും അമ്മയും ഭാര്യയും പിന്നെ കുഞ്ഞമ്മയും കൊച്ചു, അങ്ങനെ എത്ര 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 സൃഷ്ടിയാണ് ഈ ജീവൻ ചെയ്തിരിക്കുന്നത്. ഈ സൃഷ്ടിയാണ് ഇല്ലാതായി പോകുന്നത്. ഈശ്വര സൃഷ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല, ഈശ്വര സൃഷ്ടി ആർക്കും ഒരു ഉപദ്രവകാരിയല്ല. ഈശ്വര സൃഷ്ടി ലോകത്ത് മുക്തിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഈശ്വര സൃഷ്ടിയെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ് ഈ ലോകം എന്ന് പറയും. ഈ ലോകം എന്ന് പറഞ്ഞാലും വാസ്തവത്തിൽ ഈ ലോകം നമുക്ക് ദോഷമില്ല. പക്ഷേ ഇതിന് ജീവൻ പോയി ഒരു ലോകത്തെ സൃഷ്ടിച്ച് തന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിന് മാറ്റമാണ്. ഇതാണ് അഹന്തയാം അഭിമാനങ്ങൾ, കോപങ്ങൾ, ആശയങ്ങൾ, ഇതെല്ലാം ഇവരുടെ ജീവനാർ ചേലൻ താണ് ഈശ്വരനാർ ചേലൻ്റെ. തമിഴിൽ പറയണം, ഇത് ഈശ്വരന്റെ ചേലല്ല, ഇത് ജീവന്റെ ചേലാണ്. ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ലോകം നമുക്ക് ജ്ഞാനത്തെ ഉണ്ടാക്കാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ ലോകം നമുക്ക് ജ്ഞാനത്തെ ഇല്ലാതാക്കാനല്ല വെച്ചത്. പക്ഷെ ഈ ലോകത്തെ ജീവൻ പോയി വേറെ എന്തൊക്കെയോ ഭാവന ചെയ്തുണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ദോഷം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജീവസൃഷ്ടിയായിരിക്കുന്ന ഇതിനെ നമ്മൾ മാറ്റിയാൽ മാത്രം മതി. അതെ അതെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് സാർ പറഞ്ഞിട്ടില്ല. അതായത് ജീവസൃഷ്ടി എന്ന് പറയുന്നത് അഹന്തയാം അഭിമാനങ്ങൾ, ഞാൻ എന്നുള്ള ഭാവം തന്നെ അതൊരു ജീവസൃഷ്ടിയാണ്. അപ്പൊ അമ്മയ്ക്കൊരു സംശയം തോന്നി, ഞാനെന്തെങ്കിലും ഞാൻ ഭാവിക്കുന്നില്ലല്ലോ. ഭാവിക്കുകയല്ല, നമ്മളിൽ ഇരിക്കുകയാണ്, ആ ഘനമായിട്ട് ഇരിക്കുകയാണ്, വേറൊന്നുമില്ല. ബാങ്കിൽ എനിക്ക് ഒരു 2 കോടി രൂപയുണ്ട്. അത് ഒരു ഭാരമാണ്. അതുകൊണ്ട് ഇല്ലായിരിക്കും സാർ, അതിൻ്റെ എഫക്റ്റ് നമ്മളില്ലായിരിക്കും. എനിക്ക് 5 മക്കളുണ്ട്, എല്ലാം ഗംഭീരന്മാരാണ്. ഒരാൾ കളക്ടർ, ഒരാൾ ഡോക്ടർ, ഒരാൾ എഞ്ചിനീയർ. ഇത് നമ്മളില്ലായിരിക്കും. ഉണ്ട്, നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇത് നമ്മളിലുണ്ട്. ഈ ഭാവം നമ്മളിലുണ്ട്. ഇതാണ് അഹങ്കാരം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് ജീവസൃഷ്ടി എന്ന് പറഞ്ഞത്, ജീവൻ ചേലെന്ന് പറഞ്ഞത്. അഹന്തയാം അഭിമാനങ്ങൾ, കോപങ്ങൾ, ആശകൾ. അഹങ്കാരം ഉണ്ടെങ്കിൽ കോപവും ഉണ്ട്, ആശകളും ഉണ്ട്. ഈ അഹങ്കാരം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഞാനെന്നൊരു ഭാവമില്ലെങ്കിൽ ഒന്നുമില്ല. ഞാനെന്നൊരു ഭാവം ഇരിക്കുന്നത് വരെയും ഈ ഒരാൾ കോപവും ആശയും എല്ലാം ഉള്ളവൻ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഒരു പറഞ്ഞു, കേവലം ഈ അഹങ്കാരത്തെ വിട്ടാൽ മതി. ഞാനെന്നുള്ള ഭാവത്തെ വിട്ടുകളാണ്. ഞാൻ ആരും ചോദിക്കുന്നതായിട്ട് ഞാനെന്ന വലിയ ഭാവത്തിൽ എന്തിന് കരുതേണ്ട കാര്യം തോന്നുന്നു. എല്ലാം ആ ഈശ്വര செயലാണ്. സർവത്ര പരിപൂർണമായിട്ട് ആ ഈശ്വരനാണ് ഇരിക്കുന്നത് എല്ലാത്തിനും. അങ്ങനെ അതില് ഈ ഞാനെന്ന ഭാവത്തെ ഒലിച്ച് കളയണം. എല്ലാം ആ ഈശ്വരൻ എന്നറിയാതെ അല്ലലൊടുക്കാൻ കഴിയില്ല. ഒരു പാട്ടാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മളോട് പറയാൻ കാരണം, ഈ സ്ഥൂല ശരീരം ഇത് ശരീരത്തിൽ 1ാമത്തെ ശരീരം, 3 ശരീരങ്ങളിൽ ഒരു ശരീരം. ഈ ശരീരമാണ് ഞാനെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഈ ശരീരത്ര വിലക്ഷണനാണ് ആത്മാവെന്ന് പറയാൻ കാരണം. ഇത് തെറ്റിദ്ധാരണയാണ്. വാസ്തവത്തിൽ ഈ ശരീരം തന്നോട് അറിയപ്പെടുന്നു, അതുകൊണ്ട് തന്നെ താനല്ല. ഈ 3 ശരീരങ്ങളെയും പിരിച്ചു കാണിച്ചിട്ട് പറഞ്ഞ് ഈ 3 ശരീരവും ഈ ആത്മാവല്ല. ആത്മാവ് ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതിന് ഈ 3 ശരീരങ്ങൾക്കും വിലക്ഷണനായിട്ട് നിൽക്കുകയാണ്.
ഇതുമായിട്ട് സംബന്ധമില്ലാതെ നിൽക്കണം. ശരീരങ്ങൾക്ക് വിലക്ഷണനായിട്ട് ആത്മാവിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞു, ഈ ആത്മാ പഞ്ചകോശ വ്യതിരിക്തൻ. കോശങ്ങളെന്ന് പറയുന്നത് 5 കോശങ്ങളാണ്. കോശം എന്ന് പറഞ്ഞാൽ ഓറ എന്നാണ് അർത്ഥം. ഓറ. ശിവലിംഗത്തെ ചമ്പടം കൊണ്ട് മറയ്ക്കുക. ചമ്പടം ഒരു ചാക്ക് പോലത്തെ ഒരു സാധനമായിട്ട് ശിവലിംഗം പറയും. അപ്പം നമ്മൾ പറയും ആ ശിവലിംഗത്തെ ആ ചമ്പടം മറച്ചിരിക്കുകയാണ് അല്ലേ, ആ ഓറ. ഇതുപോലെ 5 ഓറ ആണ് ആത്മാവിനെ മറച്ചിരിക്കുന്നത്. ഈ ഓറകളിൽ ബാഹ്യ ഓറയാണ് ഈ അന്നമയ കോശം. ഈ സ്ഥൂല ശരീരം സംബന്ധിച്ചുള്ള വികാരങ്ങൾ. അടുത്തത് പ്രാണമയ കോശം. പ്രാണനും കർമ്മേന്ദ്രിയങ്ങളോട് ചേർന്നതിനെയാണ് പ്രാണമയ കോശം എന്ന് പറയുന്നത്. ഈ പ്രാണമയ കോശനും പ്രാണനും അതിൻ്റെ വികാരങ്ങളും കൂടെ ഈ ആത്മാവിനെ മറച്ചിരിക്കുക. അതിൻ്റെ ഉള്ളിലാണ് മനോമയ കോശം. മനോമയ കോശം എന്ന് പറയുന്നത് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഈ മനസ്സും കൂടി ചേർന്നാണ് മനോമയ കോശം. ഇതും വികാരമുള്ളതാണ്. വികാരം എന്ന് വെച്ചാൽ ആത്മാവിനെ മറക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഉള്ളിലാണ് വിജ്ഞാനമയ കോശം. ബുദ്ധിയും ഈ ഇന്ദ്രിയങ്ങളും കൂടെ ചേർന്ന് തന്നെയാണ് ജ്ഞാനമയ കോശമായിട്ട്. അതിൻ്റെ ഉള്ളിലാണ് ആനന്ദമയ കോശം. ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ പ്രിയമോദ പ്രമോദ രൂപമായിട്ടാണ് ഈ ആനന്ദമയ കോശം ഇരിക്കുന്നത്. അതൊക്കെ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ്. പതുക്കെ പതുക്കെ ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോശം എന്ന് ഉദ്ദേശിച്ചാൽ അതിനെ മറക്കുന്ന ഒറയെന്നാണ് അർത്ഥം. ഇപ്പോൾ വാളിന് ആദ്യം ഒരു ഉറയിട്ടു, അപ്പം വാള് കാണാക്കുമോ? കാണാക്കൂല. കാരണം ആ ഉറ ഇരിക്കുന്നിടത്തോളം അത് മറഞ്ഞിരിക്കണം, വാൾ മറഞ്ഞിരിക്കണം. ഇതിന് 5 ഉറയിട്ടാലോ പിന്നെ ആ വാളിനെ കാണണമെന്നുണ്ടെങ്കിൽ ഓരോ ഉറയായിട്ട് ഇതിൽ മാറ്റണം. അവസാനം ആ വാളിനെ അറിയുന്നത്. ഇതുപോലെ ഒരു സ്ഥൂല ഉദാഹരണങ്ങൾ കൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊന്നും അല്ല, അത് കുറച്ചുകൂടെ അനുഭവിച്ചറിയാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർ പറയുന്നു ഈ 5 കോശങ്ങളും ആത്മാവിനെ മറയ്ക്കുന്ന ആവരണങ്ങളായിട്ടിരിക്കുക. പറയുന്നു ആവരണമെന്നാണ് ഇതിപ്പോൾ മറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ആവരണം കൊണ്ട് മറന്നിരിക്കും. അങ്ങനെ ഓരോ കോശങ്ങളെയും എടുത്തെടുത്ത് സ്വാമി പറയും, കേൾക്കാം. ഇപ്പൊ ഇവിടെ പറയുന്നു പഞ്ചകോശ വ്യതിരിക്തനാണ് ഈ ആത്മാ. അതുപോലെ ഈ അവസ്ഥാത്രയ സാക്ഷിയാണ് ഈ ആത്മാ. നമുക്കുണ്ടാകുന്ന അവസ്ഥ ഏതൊക്കെയാണ്? അവസ്ഥകൾ 3 അവസ്ഥ. ഇത് ജാഗ്രത അവസ്ഥയാണ് ഈ ഇരിപ്പ്. പിന്നെ അല്പം ഒന്ന് മയങ്ങുന്നത് തന്നെ സ്വപ്നാവസ്ഥ. അവിടെ സ്വപ്നമാണ് കാണുന്നത്. ഇതുപോലെ തന്നെ ഇതുപോലെ ഒരു ലോകമാണ് സ്വപ്നാവസ്ഥ. കാരണം അവിടെ ഒരു പുലി ഓടിച്ച് പിടിച്ചു കഴിച്ചു എന്ന് പറഞ്ഞാൽ വേദനിക്കും. ഡോക്ടറെ കാണും, ചികിത്സിക്കും, എല്ലാം ചെയ്യാം അവിടെ. കറക്റ്റ്. അപ്പം എന്താണ് അവിടെ മനസ്സ് ഭാവന ചെയ്ത് ആ ഒരു ലോകത്തെ ഉണ്ടാക്കുക. ഇത് മനസ്സിന്റെ ഭാവന അല്ലെന്നാണ്. ഇതും അതുപോലൊരു ഭാവനയാണ്. പക്ഷെ ഇത് ദീർഘകാലം നിൽക്കുന്ന ഒരു ഭാവനയാണ്. ഇതാണ് സ്ഥൂല ഇതിനെപ്പറ്റി പറയുന്നത്. ഇത് ദീർഘസ്വപ്നമായിട്ട് പറഞ്ഞു, മറ്റത് ഒരു ഹ്രസ്വ സ്വപ്നമായിട്ട് പറഞ്ഞു. കാരണം ഈ വിഷയങ്ങളെ പിടിച്ചുകൊണ്ട് ഈ ജീവൻ മയങ്ങി നിൽക്കുന്ന ഒരു നില സ്വപ്നത്തിൽ എന്ന പോലെ തന്നെ ജാഗ്രതയിലുമുണ്ട്. ജാഗ്രതയിൽ നമ്മൾ പറയുന്ന ഇങ്ങനെയല്ല, കുട്ടികളിൽ മയങ്ങി, പണത്തിൽ മയങ്ങി, സ്ഥാനമാനങ്ങളിൽ മയങ്ങി എന്നല്ലേ പറയുന്നു. ഭ്രമിച്ചു. ആ ഭ്രമത്തെയാണ് പറയുന്നത് ഇവിടെ മയങ്ങി. ഇങ്ങനെ മയങ്ങിയാണ് ഒരു നിൽക്കുന്ന നിലയായതുകൊണ്ടാണ് ഇതും സ്വപ്നമാണെന്ന് പറയുന്നത്. ഈ ജാഗ്രത ദശയും ഒരു സ്വപ്നം പോലെ തന്നെ. ആർക്ക്? അജ്ഞാനികൾക്ക്. ജ്ഞാനികൾക്ക് ഇത് സവികൽപ്പ സമാധി സ്റ്റേറ്റാണ്. സാറേ അതിന് ജ്ഞാനികളെന്ന് പറഞ്ഞിട്ട് എന്തോ ചെയ്തല്ല ഉണ്ടാക്കേണ്ടത്. ഈ ഇൻഫർമേഷൻ ഇതാ ഇപ്പോഴും വിത്തിൻ നോ ടൈമാണ് ഇതൊക്കെ. അത് അവരുടെ കരുത്ത് കൊല്ലിക. ആ കരുത്തിന്റെ നിദാനം പുണ്യം. ആ പുണ്യം ഉണ്ടാക്കുക, പുണ്യവർദ്ധനം ഉണ്ടാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഇപ്പൊ തന്നെ ഇവിടെ തന്നെ കണ്ടില്ലേ ഈ ആശ്രമം ഇങ്ങനെ കൊണ്ടുപോകുന്ന. എനിക്കറിയാം ഈ ആശ്രമത്തെ പറ്റി, അതുകൊണ്ട് പറയാം. ക്രമത്തിൽ ഇവർ ഇതിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്നു. അത്
വാസം പറഞ്ഞാൽ അവരറിയുന്നില്ല, ഒരു വലിയ നിഷ്ഠാമ കർമ്മം അവർ ചെയ്തുകൊണ്ട് വരികയാണ്. ഇതിന് ഫലം ഒന്നുമില്ലെന്ന് നമുക്ക് തോന്നും. അനന്ത ഫലമാണിത്. ഇതിനെ ജയിക്കാനായിട്ട് ഒന്നുമില്ല. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞത് ഒന്നുമില്ല, മക്കളെ നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യണ്ട, നിങ്ങളൊരു മുറി അടച്ചിട്ടാലും ധ്യാനിക്കുക, അങ്ങനെയൊന്നും ഇരിക്കണ്ട, നിങ്ങൾ ആശ്രമ സേവ ചെയ്തുകൊണ്ട് ജീവിതം നയിക്കൂ, ഈ കാര്യങ്ങളൊക്കെ വായിക്കുകയും കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യൂ, മതി, ഒരു വക നീ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ആശ്രമ സേവയിൽ നിന്നും അല്പം പോലും ഒഴിഞ്ഞിട്ടില്ല. അവിടെ കൃത്യമായി ആശ്രമത്തിൽ നടത്തേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടത്തും, ആളുകളെയൊക്കെ വിളിച്ച് ആദരിക്കും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആശ്രമമാണ് എയർപോർട്ട് ആശ്രമം. ഏതാണ്ട് സിമിലർ തന്നെയാണ് ഇവിടെ. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ആളുകൾ കുറവുന്നേ ഉള്ളൂ. അത് കൂട്ടി വന്നാൽ ഏറെ സന്തോഷം, ആള് കൂടണം, കുറച്ചുകൂടെയൊക്കെ നല്ല ഭക്തന്മാർ കൂട്ടി കൊണ്ടുവരണം. സേവ ചെയ്യാനായിട്ട് സ്വാമി പഠിപ്പിച്ചു, നിഷ്കാമ കർമ്മം ചെയ്യാനായിട്ട് പഠിപ്പിച്ചിട്ടാണ് പോയത്. സ്വാമിയുടെ വാക്ക് ഞാനും പഠിപ്പിച്ചെന്നല്ല, ഞാൻ കുറച്ചു പേർക്ക് നിഷ്കാമ കർമ്മം ചെയ്യാൻ പറഞ്ഞു കൊടുത്തു എന്നാണ് സ്വാമി പറയുന്നത്. സ്വാമി പറയുന്നത് പോലും ഞാനും പറഞ്ഞു കൊടുത്തു, ഞാൻ ബ്രഹ്മവിദ്യ പഠിപ്പിച്ചു, ഒന്നും പറയില്ല. നിഷ്കാമ കർമ്മം ചെയ്യാൻ കുറച്ചു പേർക്ക് പറഞ്ഞു കൊടുത്തു. ഇവരോടൊക്കെ ഒന്ന് സേവ ചെയ്തോടാ, ഇഷ്ടംപോലെ സേവ ചെയ്തോ, ഒന്നും കുറഞ്ഞു പോകില്ല. കൂടിപ്പോയെന്ന് നീ വിചാരിക്കുകയും ചെയ്യരുത്. ഞാൻ ഒരുപാട് ചെയ്ത് കഴിഞ്ഞു, സന്തോഷേ, അതുകൊണ്ട് എനിക്കിനി വേണ്ട എന്നൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ നമുക്ക് തന്ന പാഠങ്ങളാണ്, അതൊന്നും മനസ്സിലാക്കിയാൽ സത്യം പറഞ്ഞാൽ അതല്ലേ വാസ്തവത്തിൽ അറിവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. മനസ്സ് ഇവിടെ നൈർമല്യപ്പെടുമോ അവിടെ അറിവ് പ്രവർത്തിക്കാൻ ആരംഭിക്കും. മനസ്സ് എവിടെ ഹാർഡാവുമോ അവിടെ ഉടനെ തന്നെ ഈ അറിവ് മറയാൻ ആരംഭിക്കും. ഇപ്പൊ നമ്മുടെ സാധാരണക്കാരുടെ അറിവ് മറന്നുപോയി. അവിടെ പ്രാബല്യത്തിരിക്കുന്ന മനസ്സാണ്. ആദ്യം അസൂയ, കുശുമ്പ്, കുണ്ടണി, ഉന്നായ്മ ഇങ്ങനെയുള്ള രൂപത്തിൽ അത് പ്രവർത്തിക്കുകയും നമ്മളോ വിവേകമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഒരു ഐശ്വര്യം പോലെ വെച്ച് പുലർത്തും. ഇത്രയേ ഉള്ളൂ. ഇതൊരു ഐശ്വര്യമല്ല, ഇത് നമുക്ക് ജ്ഞാനത്തിന് പ്രതിബന്ധമായ കാര്യമാണെന്ന് അവരൊന്നും നമുക്ക് പറഞ്ഞ് ഉപദേശിക്കുന്നു. ഇത് വിട്ടുകളെ കാമക്രോധന്റെ ലോകഞ്ച ദേവേ തിഷ്ടന്തി തസ്കരാഹ ജ്ഞാനരത്നാപഹാരായ തസ്മാ ജാഗ്രത. ഭഗവത്പാദ സ്വാമികൾ പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരും എടുത്തെടുത്ത് പറയുന്നതെല്ലാം കാരണം എന്താണ്? നമ്മളിങ്ങനെ അകപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്കറിയാം, നമുക്കറിഞ്ഞൂടാ, അവർക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഈ കാമക്രോധന്റെ ലോകഞ്ച ദേവേ തിഷ്ടന്തി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വസ്തുനില പറഞ്ഞാൽ പോലെ സ്വാമി. വസ്തുനില എന്ന് പറഞ്ഞാൽ നീ ബ്രഹ്മമാണ്, നീ അറിവേ സ്വരൂപമാണ്. ഈ മനസ്സ് ഇതിൽ പ്രവർത്തിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. ആ മനസ്സിനെ വിട്ടുകളഞ്ഞാൽ നീ വാസ്തവത്തിൽ ഈ ബ്രഹ്മസ്വരൂപം തന്നെ എന്നതിന് നമുക്ക് ഇൻഫർമേഷൻ തന്നിരിക്കുകയാണ്. അതാണ് ഉപദേശം. ആ ഉപദേശം ഗ്രഹിച്ചുകൊണ്ട് പുണ്യാത്മാക്കള് അങ്ങനെ തന്നെ നിന്ന് അടയും, അങ്ങനെ തന്നെ ഈ ജ്ഞാനം അടയും. നിന്ന് മറ്റുള്ളവരെല്ലാം വീണ്ടും മനസ്സിനെ കൊണ്ടുവന്നു ആ സ്വാമിയെ കൂടെ കുറെ കുറ്റം പറഞ്ഞു. ഇയാൾ അല്ലെങ്കിൽ പണ്ടേ എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെയല്ലേ ഞാനൊരു പ്രാക്ടിക്കലായിട്ട് പറയുന്നു. എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞു കൊടുത്തവരെ കൂടെ വേദത്തെ കൂടെ അവർ ദുഷിക്കും. ഇയാളെങ്ങനെയാണ്, ഇയാളെ വീട്ടിൽ പോയി നോക്കുക, ഇയാളെങ്ങനെയാണ് എന്നൊക്കെ ആവും. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വേദത്തിൻ്റെതാണ്. നമ്മൾ പറയുന്നത് ഒന്നും നമ്മുടേതല്ല. എല്ലാം വേദമാതാവ് അവരെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതിന് പഠിക്കുക എന്ന് പറഞ്ഞാലും അത് പറയുക എന്ന് പറഞ്ഞാലും അത് അവരുടെ നല്ലതാവോ? അമ്മ പറയണം. ഒരാളിതൊന്ന് പറയുന്നു എന്ന് വിചാരിച്ചാൽ അത് അവരുടെ അല്ലേ? നമുക്ക് നമ്മുടേതായ വ്യാസോച്ഛിഷ്ടമിതം സംഭവം അല്ലേ? എന്ത് പറഞ്ഞാലും വ്യാസന്റെ ഉച്ഛിഷ്ടമാണ്, ഭഗവാന്റെ ഉച്ഛിഷ്ടമാണ്. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് ആർക്കും ഒരു ക്രെഡിറ്റ് എടുക്കാൻ ഇവിടെ അവകാശമില്ല. വലിയ കൂടുതൽ പറയാൻ അറിയാം, കുറച്ച് പറയാൻ അറിഞ്ഞുകൂടാ, ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല. പക്ഷെ ഇതിന്റെ താല്പര്യം നിർണയിച്ച് ഇതിൽ ഇരുന്ന് പഴകാൻ ആർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ അതൊരു മേന്മ തന്നെയാണ് തോന്നുന്നത്. അതാണ് നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു പഞ്ചകോശ വിവേകത്തിനാണെന്ന് പറഞ്ഞു. ഈ കോശങ്ങൾ 5 ഉറകളെ പോലെയാണ്. ഈ കോശങ്ങളുടെ ഉള്ളിൽ അകപ്പെട്ട ഒരു വാളിരിക്കുന്ന പോലെയാണ് ഇപ്പൊ ആത്മാവിരിക്കുന്നതാണെന്ന് വേണമെങ്കിൽ ഈ സ്ഥൂലത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ കരുതാം.
അതുകൊണ്ട് അവർ പറയുന്ന ഈ ഓറകളെല്ലാം പിൻവലിച്ചാൽ ആത്മാവ് കരതലാമലക്ക് പോലെ പ്രകാശിക്കും. ഇതിലേക്ക് പറയാം, ഇതെല്ലാം ഒരു ഉപായത്തിൽ വേദം പറഞ്ഞു വെച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാം ലോജിക്ക് വേറൊന്നാണ്. അത് പിന്നീട് അവർ വെളിവാക്കും. അപ്പൊ തൽക്കാലം നമുക്ക് ഇങ്ങനെ കേൾക്കാം. പറയുന്നു, ഈ അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയാണ്, പഞ്ചകോശങ്ങൾക്ക് വ്യതിരിക്തനാണ്. 3 അവസ്ഥകൾ പറഞ്ഞു, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, 3 അവസ്ഥകൾ. ഈ 3 അവസ്ഥകളിൽ 3 ജീവന്മാർ ഇതിന് ആയിട്ടുണ്ട്. പെട്ടെന്ന് പറയുകയാണെങ്കിൽ പറയാം, ചിതാവാസൻ, തൈജസൻ, പ്രാജ്ഞ. 3 ജീവന്മാരാണ്. തൈജസ പ്രാജ്ഞന്മാരെന്ന് പറയാം. ഇവരാണ് ഈ പറഞ്ഞ 3 അവസ്ഥകളിൽ അഭിമാനികൾ. അഭിമാനി എന്ന് വെച്ചാൽ അവരുടേതാണ് ഈ അവസ്ഥ, ആത്മാവിൻ്റെതല്ല. ആത്മാവിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയും ഇല്ല. വെട്ടാ വെളിയാണത്. നമുക്ക് തന്നെ വരുന്ന അനുഭവങ്ങളിൽ ഇതുണ്ട്. പറഞ്ഞില്ലേ, ഒരു മനുഷ്യനിൽ ഈ ഒരു സവികല്പ സമാധികൾ അടിക്കടി വരുമെന്നാണ്. പക്ഷെ നമുക്കത് ഗ്രഹിക്കാനുള്ള പുണ്യമില്ലാത്തതുകൊണ്ട് നമുക്കത് നിഷ്ഫലമായി പോകും. ഇത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ എന്തൊക്കെ വേണം? ജാഗ്രത വേണം. അതിനാണ് ജാഗ്രത അവസ്ഥ എന്തായാലും പറയാൻ കാരണം. ആ ജാഗ്രതയോടുകൂടി ഇതിനെ നോക്കിയിരിക്കുന്ന ഒരു നിലയ്ക്ക് ഇതിനെ നമുക്ക് പിടിക്കാം. അതല്ലെങ്കിൽ ഇത് വരാത്ത കാര്യമല്ലല്ലോ. ഈ സവികല്പ സമാധി നില നമുക്ക് എപ്പോഴും വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലൊരു വിചാരം ഉണ്ടായി വേറൊരു വിചാരം വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഇതാണ്. വാസ്തവത്തിൽ അതിനാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു ദീർഘമായിരിക്കുന്ന ആ ഒരു അറിവിലാണ് ഈ പറയുന്ന ഈ കൊച്ചു അറിവുകൾ പൊട്ടിമുളയ്ക്കുന്നത്. അതാണ് വ്യാസഭഗവാന്റെ വിജയത്തിനോട് പറഞ്ഞ, മോനെ സുഖ, നീ ബ്രഹ്മത്തിലാണ് തപസ് ചെയ്യേണ്ടത് പറഞ്ഞു. ഇത് കേട്ട് ഞങ്ങൾക്ക് സ്വാമി പറഞ്ഞപ്പോൾ ഒരു പിടിയും കിട്ടില്ല. എന്തിന് ബ്രഹ്മത്തിൽ തപസ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്തിന്? അദ്ദേഹത്തിന് അപ്പോഴത്തന്നെ സകല സംശയങ്ങൾ നീ അനുഭവം ഉണ്ടായി. അനുഭവം വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റുമോ സാർ? ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അനുഭവിച്ചറിവായി നീ ഈ അനുഭവങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളായിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ പുണ്യം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, വ്യാസൻ തന്നെ ഈ ശാസ്ത്രങ്ങൾ ഇത്രയും 18 പുരാണമല്ല 12 സ്കന്ധമായിട്ടല്ലേ ഇത്രയും എഴുതിയല്ലോ. ഈ പറഞ്ഞ ആദ്യം ഒന്നാം സ്കന്ധം 12 സ്കന്ധം. ഈ 12 സ്കന്ധം എഴുതിയതിനു ശേഷം ഭഗവാന് തൃപ്തി ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ അത് എഴുതി, പരോപകാരമേ പുണ്യം പാപമേ പരവീഴും. മനസ്സിലായില്ലേ? അപ്പം പരോപകാരം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥം വ്യാഖ്യാനിക്കാൻ പറ്റില്ല. നമ്മുടെ ആ സ്ഥൂലാർത്ഥത്തിൽ പറയുമ്പോൾ അന്യർക്ക് നമ്മൾ ഉപകാരമായിട്ട് ചെയ്യുന്നതെല്ലാം പുണ്യമായിട്ട് വരും. പരോപകാരമേ പുണ്യം. ഈ പുണ്യത്തെ ഒന്ന് സാറിന് പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷം, ഒരു ആനന്ദം തന്നെ, ഒരു നിർവൃതി തന്നെ. വാസ്തവത്തിൽ എല്ലാത്തിലും ആ പുണ്യം കൊണ്ട് എല്ലാം സന്തോഷമായിട്ട് അയാൾക്ക് അനുഭവത്തിൽ വരും. അയാൾ അടിച്ചാലും അയാൾ നിന്ദിച്ചാലും സ്തുതിച്ചാലും എല്ലാം ആനന്ദം തന്നെ. പുണ്യമാണ്, പുണ്യത്തിൻ്റെ ഒരു ദർശനമാണത്. ഇത് നമുക്ക് ഉണ്ടായി വന്നാൽ ഇതിനെയാണ് പറഞ്ഞത് അപൂർണം. അപൂർണത ഇതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്ത് ചലനം വന്നാലും നമ്മൾ ബാധിക്കുന്നില്ല, ഒന്നും തന്നെ ബാധിക്കുന്നില്ല. പുണ്യോത്കൃഷ്ടം ഇതിൽ തന്നെ പറയുന്നു. ഈ മനുഷ്യരാശി എന്ന് പറയുമ്പോൾ ഇതില് 3 വിഭാഗക്കാരുണ്ടാവും. അജ്ഞാനി, അർത്ഥാരൂഢൻ, ആരൂഢൻ. ഇങ്ങനെ 3 പേരാണ്. ഇതിൽ ആരൂഢൻ എന്ന് പറഞ്ഞാൽ പുണ്യത്തിന്റെ മാക്സിമം, പുണ്യോത്കൃഷ്ടം, പുണ്യമധ്യമം. പുണ്യമല്ല ഇത് ഇവിടെ പറയുന്ന പുണ്യമല്ല, മിശ്രമാണ്. മിശ്രകർമ്മത്തെ എന്ന് പറയുന്നത്. മിശ്രോത്കൃഷ്ടം, മിശ്രമധ്യമം, മിശ്രസാമാന്യം. ഈ 3 രൂപത്തിൽ ഇതില് ആരൂഢനും അർത്ഥാരൂഢനും അജ്ഞാനി ഇരിക്കും. ആരൂഢൻ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ജ്ഞാനി. അർത്ഥാരൂഢൻ എന്ന് വെച്ചാൽ അഭ്യാസിയാണ്. അജ്ഞാനി ഒന്നും ഇതിനോട് യാതൊരു ബന്ധമില്ലാതെ അജ്ഞാനി. ഇത് പറയാനും
ഉള്ള കാരണം എന്തെന്ന് വെച്ചാൽ പുണ്യത്തിനെ പറ്റി. അപ്പൊ പുണ്യം എന്ന് പറയുന്നത് എന്താണ്? പരോപകാരമേ പുണ്യം പാപമേ പരമീടനം എന്ന് വ്യാസൻ പറഞ്ഞു. നമ്മൾ അന്യർക്ക് ചെയ്യുന്ന നിഷ്കാമമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമുക്ക് പുണ്യം ഉണ്ടാക്കും. ആ പുണ്യത്തിനൊരു നിർവചനം നമുക്ക് കൊടുക്കാൻ സാധ്യമല്ല. കാരണം അത് നമുക്ക് മനസ്സിന്റെ ഒരു തൃപ്തിയും ഒരു സന്തോഷമൊക്കെയാണ്. ആ സന്തോഷം നമുക്ക് എന്ത് ചെയ്യാൻ, എന്ത് നേടിത്തരും? നമ്മൾ ഈ ലോക വിഷയങ്ങളിലൊന്നും ദുഃഖികളല്ല. പിന്നെ എല്ലാത്തിലും ആനന്ദമായിട്ടിരിക്കാനുള്ള ഒരു പ്രത്യേക കപ്പാസിറ്റി ഉണ്ടാക്കിത്തരും. സർ, സ്വാമിയോട് ഞാൻ ചോദിക്കും, സ്വാമി എന്നെ കാണുമ്പോഴേ ഞാനൊരു വേറൊരാളാണ് ഇരിക്കുന്നത്. കാണുമ്പോഴെല്ലാം ചിരിക്കുകയും നല്ല സന്തോഷമായിട്ട് സംസാരിക്കുകയും വേണമെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഉപഹാരങ്ങൾ, ഒരു പുസ്തകം ആയിരിക്കട്ടെ സമയം പറഞ്ഞ് തരികയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ ആൾക്ക് വഴി സ്വാമിക്കൊരു സന്തോഷം ഉണ്ടാവും തന്നെ. യഥാർത്ഥത്തിൽ ആ സന്തോഷം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളത് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു ഉപകാരം ആർക്ക് ചെയ്താലും ഇതുണ്ടാവും. ഇതല്ലേ ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾ. ഈ ഉപകാരങ്ങള് അതാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് പ്രയോഗിച്ചത്. ഇപ്പൊ വികലമായി പോയെങ്കിലും വാസ്തവത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് പുണ്യപ്രവർത്തനം തന്നെയാണ്, അല്ലേ? കുറെ ഭാഗങ്ങളല്ല ആദ്യകാലങ്ങളിൽ അങ്ങനെയുള്ള മഹത്തുക്കൾ ഉണ്ടായിരുന്നു. അതെല്ലാം പുണ്യം തന്നെയായിരുന്നു. രാമരാജ്യം എന്ന് പറഞ്ഞ് അല്ലേ ഗാന്ധിജി ഇതിൽ പ്രവർത്തിച്ചത്. ഇവര് പറഞ്ഞ രാമരാജ്യം എന്ന് ഉദ്ദേശിക്കുന്ന ഹിന്ദു എന്നാണ് അർത്ഥം. അത് സനാതന സംസ്കാരത്തെയാണ് രാമൻ എന്ന് പറഞ്ഞത്. രാമ എന്ന് പറഞ്ഞാൽ ഇരുട്ടും പ്രകാശം, പ്രകാശം കൊണ്ട് ഇരുട്ടിനെ ഇല്ലാതാക്കണം. ഇതാണ്. അപ്പോൾ ഇരിക്കട്ടെ, ഇതാണ് പുണ്യം. പുണ്യത്തെ പറ്റി നിഷ്കർഷയൊന്നുമില്ല. അത് അനുഭവിച്ചറിയേണ്ട രഹസ്യങ്ങളാണ്. ഒരാത്മനിർവൃത്തി തന്നെ. അങ്ങനെ ഒരാൾക്ക് ഒരു പുണ്യം ചെയ്യുമ്പോഴേ നമ്മൾ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത്. ആ സമയത്തുള്ള ആ ഒരു ആനന്ദം പറഞ്ഞറിയിക്കണം. സംശയം എന്താ? അതുകൊണ്ട് ആ ഒറ്റ കാര്യമുണ്ട്. ഇവരറിയുന്നില്ല അവർ പുണ്യം ചെയ്തു. പക്ഷെ അതുകൊണ്ടാണ് ഇവിടെ വന്ന് നമ്മളെ കേൾക്കാനല്ല ഇവിടെ ഈ സന്നിധാനത്തിൽ വരാൻ സാധിച്ചത്. മനസ്സിലായില്ലേ? ആരും പറയുകയോ ആരും കേൾക്കുകയോ എന്നുള്ളതല്ല. ഈ ഒരു അവസരം വിനിയോഗിച്ചെങ്കിൽ പുണ്യമില്ലാതെ പറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പൊ സാർ ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇവർക്കത് മനസ്സിലാവോ? അതായത് ഇതിന്റെ സൃഷ്ടി രഹസ്യം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ബ്രഹ്മം മാത്രം ഉണ്ടായിരുന്നതിൽ നിന്ന് ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഗുരുക്കന്മാര് വരച്ചു വെച്ചിരിക്കുന്ന ഒരു പാഠം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ പരിശുദ്ധമായ ആ ഒരു ദുർബലമായ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് അന്തർലീനമായ ഒരു ശക്തി വിശേഷമുണ്ട്. ഈ ബ്രഹ്മത്തിൽ അന്തർലീനമായ ഒരു ശക്തി വിശേഷം. അത് എങ്ങനെ ഇരുന്നു എന്ന് വെച്ചാൽ, സൃഷ്ടിക്ക് മുമ്പ് ബ്രഹ്മമായിട്ട് തന്നെ ഇരുന്നതാണ്. സൃഷ്ടി എന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സൃഷ്ടിയല്ല. ഇതിൽ ആരോപമായിട്ട് ഏർപ്പെട്ടതാണ്. ആരോപം എന്ന് വെച്ചാൽ അറിയാമോ? കാര്യം പാമ്പ് തോന്നിയതുപോലെ ഈ ബ്രഹ്മത്തിൽ ഒരു തോന്നലായിട്ടാണ് ഇതെല്ലാം. വാസ്തവത്തിൽ തോന്നലുകൾക്ക് സത്യമല്ലെന്ന് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ തോന്നലായിരിക്കുന്ന ഈ ജഗത്തൊക്കെ സത്യമാകും. അത് വിദ്യ തന്നെയാണ്. അതാണ് വേദം പറഞ്ഞത് ഇതെല്ലാം വിദ്യാകാര്യങ്ങളാണ്. വേറൊരു രൂപത്തിൽ അവർ പറഞ്ഞു ഇതെല്ലാം മായാകാര്യങ്ങളാണ്. ഇത് പുറപ്പെട്ടു വന്നതാണ് മായ. പക്ഷെ എങ്ങനെ ഇരുന്നു? ബ്രഹ്മത്തിൽ അഭേദമായിട്ടിരുന്ന ഒരു ശക്തി വിശേഷം. ഇതാണ് ഗുണങ്ങളായിട്ട് പരിഗണിക്കുക. സദ്രൂപശക്തി, ചിദ്രൂപശക്തി, ആനന്ദരൂപശക്തി. ഈ മൂന്ന് ശക്തികള് ബ്രഹ്മത്തിൽ അന്തർലീനമായിട്ട് ബ്രഹ്മമായിട്ട് ഇരുന്നതാണ് പോലും. ഇത് വെളിപ്പെട്ട് ബ്രഹ്മത്തെ മൂടി പരാശക്തിയായിട്ട് പ്രകാശിച്ചു. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് സൃഷ്ടി എന്ന് പറയുന്നത്, പരാശക്തി. നമ്മളെ സംബന്ധിച്ച് ഈ പരാശക്തി അമ്മയാണ് നമ്മുടെ എല്ലാം മാതാവ്. വാസ്തവത്തിൽ അവരാണ് നമ്മളെ മുലയോട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ആനന്ദമായിട്ട് വരുന്നത്. മനസ്സിലല്ലേ? ഇപ്പൊ ഒരു ജീവൻ എത്ര ശ്രമിച്ചാലും ആ ബ്രഹ്മത്തെ പറ്റിയുള്ള കാര്യത്തിലൊന്നും അവന് പോവാനോ ചിന്തിക്കാനോ ഊഹിക്കാനോ ഒന്നും സാധ്യമല്ല. പക്ഷേ ഈ അമ്മയുടെ അടുത്ത് ചെല്ലാൻ പറ്റും. ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്.
ഒരാൾക്ക് ജ്ഞാനമടയാം. പക്ഷെ ബ്രഹ്മത്തെപ്പറ്റി അലൗകികമാണ്. അതിനെപ്പറ്റി അവാത്മന സഹോദരമായ ബ്രഹ്മത്തെപ്പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ഇവിടെ പരബ്രഹ്മത്തെ പറ്റി പറയും. മനസ്സിലായില്ലേ? ഈ ഗുണങ്ങളെല്ലാം കൂടെ ഒന്നായിട്ട് ഒരു എൻ ബ്ലോക്ക് ആയിട്ട് ഇരുന്ന ഒരു നിലയാണ് ഈ പരാശക്തി നില. ഈ നിലയിൽ നിന്ന് ഈ ഗുണങ്ങൾ വേർപെട്ടു എന്നാണ് പറയുന്നത്. പിരിഞ്ഞു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, 3 ഗുണങ്ങളായിട്ട് ഇത് പിരിഞ്ഞു. പിന്നീട് അതെപ്പോഴും അങ്ങനെയാണ്. പിന്നെ ഇതിങ്ങനെ പിരിഞ്ഞ് വേറെ രൂപത്തിൽ ഇങ്ങനെ ആവാനുള്ള ഒരു ശ്രമം ഇതിനുണ്ട്. ഇതില് ആ സത്വഗുണത്തിൽ പ്രതിഫലിച്ച ബ്രഹ്മ ചൈതന്യം തന്നെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ സത്വഗുണത്തിൽ, രജോ ഗുണത്തിൽ പ്രതിഫലിച്ച ആ ചൈതന്യം തന്നെയാണ് ജീവന്മാരായിട്ടിരിക്കുന്നത്. തമോ ഗുണത്തിൽ പ്രതിഫലിച്ച ആ ചൈതന്യം തന്നെയാണ് ഈ പ്രകൃതിയായിട്ടിരിക്കുന്നത്. മൂന്നായിട്ടിരിക്കുന്നതും വാസ്തവത്തിൽ ഇതിൽ നിന്ന് പിരിഞ്ഞ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾ, ഒരു ഗുണം പറയുമ്പോൾ മറ്റു ഗുണങ്ങൾ ഇല്ലെന്നല്ല, പറഞ്ഞ ഗുണം അധികമായും മറ്റതെല്ലാം അല്പാൽപമായും ഇരിക്കും. ഇതിൽ ഇടകലർന്നിരിക്കും. ഇപ്പൊ സത്വഗുണം എന്ന് പറഞ്ഞാൽ സത്വഗുണം മേലായും രജഗുണ തമോഗുണങ്ങൾ ചുരുങ്ങിയായിരിക്കും. ഒരിക്കലും പൂർണ്ണമായിട്ട് സത്വഗുണമില്ല, രജോ ഗുണവുമില്ല, തമോ ഗുണവുമില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ സത്വഗുണം എന്ന് പറഞ്ഞ ജ്ഞാനമാണ്. ഇതിനെല്ലാത്തിലും ഇരിക്കുന്ന, അന്തഭവിച്ചിരിക്കുന്ന ജ്ഞാനം ഇതിലിരിക്കുക. അവർ പറയുന്നത് സത്വഗുണത്തിൽ എപ്പോഴും മനസ്സിനെ നിലനിർത്തണം. സത്വഗുണത്തിൽ മനസ്സിനെ നിലനിർത്താനായിട്ട് നമ്മൾ ചെയ്യാനുള്ള നിഷ്കാമകർമ്മം. വേദം പഠിക്കുന്നത് ഒരു നിഷ്കാമകർമ്മമാണ്. സാറേ, അത് പഠിക്കുന്നതുകൊണ്ട് സാറിന് എന്തെങ്കിലും ലാഭം, എന്ത് ലാഭം എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, സാറിന് എന്ത് മറുപടി പറയാം? പൈസ കിട്ടുമോ? അത് സാറിന് പറയാൻ, നിർണയിച്ച് പറയാൻ സാധ്യമല്ലാത്ത ഒന്നാണ്. അതാണ് നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മമാണ് ഈ വേദം കേൾക്കുന്നത്, ഈശ്വര ആരാധനകൾ ചെയ്യുന്നത് നിഷ്കാമകർമ്മമാണ്. അങ്ങനെ ഇതിനകത്ത് പരിപൂർണമായിട്ട് ആ നിഷ്കാമകർമ്മത്തിൽ പ്രതിഫലേച്ഛ കൂടാതെ, അതായത് കാമ്യമാകാതെ, നമ്മൾ ഈ ലോകത്തിൽ കാമ്യകർമ്മം ചെയ്യാൻ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ എന്തെങ്കിലും അപ്പൊ പറയാം, മക്കളെ വളർത്തുന്നതിൽ എന്തൊരു കാമ്യയിരിക്കുന്ന സമയം ചോദിച്ചാൽ അവര് നമ്മൾ അറിയാതെ ഒരു കാമ്യമുണ്ട്. നമ്മൾ വയസ്സൊക്കെ ആകുമ്പോൾ ഇവനായിരിക്കും എന്നെ നോക്കണത്, അതിനുള്ള പ്രാപ്തി ഉണ്ടാവണം. ഇതിലുള്ള കാമ്യത്തിലാണ് എല്ലാം ഈ ലോകം ചരിക്കുന്നത്. ഇവിടെ പറയുന്നു ഈ കാമ്യത്തിന് പൂർണ്ണമായും ഈ വിട്ടുകളെ ഈശ്വരാർപ്പണം ചെയ്യാൻ, ഇതിനെ പൂർണ്ണമായി ഈശ്വരാർപ്പണം ചെയ്യാൻ, നശിപ്പിക്കാൻ പറ്റില്ല. ഈശ്വരൻ വിടുക. കാരണം എല്ലാം ആ ഈശ്വരനാണ് നടത്തിക്കൊണ്ടു പോകുന്നത്, അല്ലാതെ ഇവരാരുമല്ല. ആർക്കും ആരെയും രക്ഷിക്കാൻ സാധ്യമല്ല. അപ്പൊ ഈ തരത്തില് പുണ്യം ഈ പറയുന്ന സത്വഗുണത്തിൽ നിലനിർത്തി ജ്ഞാനം ഉണ്ടാക്കാനാണ് വാസ്തവത്തിൽ നമ്മൾ ശ്രമിക്കാനുള്ളത്. അതിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ സത്വഗുണത്തിൽ നിലനിർത്തുക, അതിനെ മാറ്റിക്കളയരുത്. അതിനുവേണ്ടി അവർ പറഞ്ഞു പുണ്യങ്ങൾ ചെയ്യുക, അന്യർക്ക് സേവകൾ ചെയ്യുക, ഉപകാരങ്ങൾ ചെയ്യുക. സാർ, വേദം ജ്യോതിഷം വിധിക്കുന്നത് എന്തിനാണ് സാർ? ഒരു വലിയൊരു പ്രശ്നത്തിന് ജ്യോതിഷം വിധിക്കുന്നത് എന്തിനാണ്? നീ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് നീ ഇന്ന വഴിപാടുകൾ ചെയ്തു, ഒരു 100 ബ്രാഹ്മണർക്ക് അന്നദാനം ചെയ്തു. ഇതാണ് പ്രധാന വിധി. ഇതിൽ ഏറ്റവും വലിയ വിധി എന്ന് പറഞ്ഞത് അന്നദാനം. പറഞ്ഞ് ബ്രാഹ്മണർക്ക് തന്നെ അത് കൊടുക്കണം. ബ്രാഹ്മണർ എന്ന് വെച്ചാൽ ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണരെ അല്ല, സന്യാസിമാരെയാണ്. എല്ലാം വിട്ട്, അതായത് അവരുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ അവരാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ബ്രാഹ്മണർ. ഇതിലാണ് പറയുന്നത് ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണൻ. അവർക്ക് ഒരു 100 പേർക്ക് അന്നദാനം കൊടുത്തു കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ലോകത്ത്. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ഇത് ചെയ്തു നോക്കൂ, എല്ലാം മാറും. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് പുണ്യത്തെ പറ്റി. ആ പുണ്യം നമുക്ക് എത്രയും സമ്പാദിച്ച് വെക്കുക. ചിലർ പറയുമോ ലക്ഷങ്ങൾ കോടികളൊക്കെ നമ്മൾ ഇങ്ങനെ ബാങ്കിലിട്ട് സൂക്ഷിച്ചു വെക്കും. അതിനൊക്കെ പുണ്യം നോക്കി കളയുക. ഇതിനൊക്കെ വേറെ ഒന്നുമല്ല, ഒരു സനാതനമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതിന് ചിലവാക്കുക, ഈശ്വര കാര്യാർത്ഥം ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ പണം പുണ്യമായിട്ട് നമ്മുടെ കൂടെ വരും. മറ്റേത് നമുക്ക് അവിടെ പോയ കറൻസി ആക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഉപയോഗമുണ്ടോ? പോയി കഴിഞ്ഞാൽ ഇതാണ് അവർ പറയുന്ന ലോജിക്ക്.
ഇതിനെ കൂടെ കൺവെർട്ട് ചെയ്ത് പുണ്യമാക്കി വെച്ചാൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് വിനിയോഗം ചെയ്യാം. മരണാനന്തരം പോയ കാര്യമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മഹത്തുക്കൾ പറയുന്നു, ഇതെല്ലാം പുണ്യമാക്കാനുള്ള കഴിവ് പറഞ്ഞു കൊടുക്കലാണ് ഗുരുക്കന്മാരുടെ വേല. വേറെ ഒന്നുമില്ല. ജ്ഞാനം ഉണ്ടാക്കുന്നതല്ല, ജ്ഞാനം നമ്മുടെ സ്വരൂപമായിട്ടിരിക്കുന്നു. അത് അറിയുന്നില്ല. അറിയാത്തതിന്റെ കാരണം വേറൊന്നുമില്ല, പുണ്യക്കുറവ്. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പുണ്യത്തെ ഉണ്ടാക്കിയാൽ തന്നെ ഈ ജ്ഞാനം അതിൽ നിന്ന് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ലോകമായിട്ടും ഇപ്പൊ നമ്മളിലിരിക്കുന്ന ഓരോരോ വിഷയങ്ങളായിട്ടും വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് താനായിട്ട് വിളങ്ങാൻ തുടങ്ങും. ഇത് താനായി വിളങ്ങി അറിയുന്നതിനെയാണ് ജ്ഞാനമായിട്ട് പറയുന്നത്. സ്വാമി, ഇതെല്ലാം ഈ ലോകമായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ എന്താണ് സ്വാമി? ഈ ബ്രഹ്മം തന്നെ. സർവ്വതും ഈ ഈശ്വരൻ തന്നെയാണ് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നിനും അതിനുള്ള ശക്തി ഇല്ല. പക്ഷെ നമ്മള് ആ സ്ഥൂലത്തെ നോക്കിക്കൊണ്ടല്ല പറഞ്ഞത്, ഇതിന്റെ അടിത്തറ. അതാണ് പറഞ്ഞത്, ഇതിന് ആധാരമായിട്ടും അധിഷ്ഠാനമായിട്ടും ഇരുന്ന് വിളങ്ങുന്നത് ഈ സാക്ഷാൽ ഈ ബ്രഹ്മം തന്നെ, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ. ഇതിനെ ഒരു ദൃഢത കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോക വ്യവഹാരങ്ങളിൽ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ എന്തുമാത്രം കരുത്തുണ്ടെന്നുള്ളത് ഇപ്പം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അവർ കല്ലിനെയും മണ്ണിനെയും എല്ലാത്തിനെയും പൂജിക്കുന്നവരല്ലേ. അതിലെന്ത് ലോജിക് എന്ന് ചോദിച്ചാൽ സർവത്ര ഈശ്വരമായ സൗക്കലെന്ന് പറഞ്ഞില്ലേ, വേറെ ഈശ്വരനല്ലാതെ വേറെ ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. സർവം കല്ലിതം ബ്രഹ്മ. അത് വേറെ ശുദ്ധി എങ്ങനെ പറഞ്ഞു? ഈശാവാസ്യം ഇതം സർവം, ഇതം അല്പം എന്നല്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ ഈശാവാസ്യമാണ്, ബാക്കിയെല്ലാം എല്ലാം നല്ല പറഞ്ഞു. ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗതാം ജഗത് തേന തെറ്റേന പുഞ്ചിത മാതൃതം കസ്യ സിദ്ധനം. ഇതിനർത്ഥം നമുക്കറിയാം. തേന തെറ്റേന രണ്ട് പ്രാവശ്യം ത്യജിക്കാൻ പറഞ്ഞു. ആദ്യം ത്യജിക്കേണ്ടത് ഈ സ്ഥൂലത്തെയും രണ്ടാമത് ത്യജിക്കേണ്ടത് ഈ ത്യജിച്ചവനെയുമാണ്. അതാണ് ഇതിനകത്തുള്ള കാര്യം. ഈ അഹങ്കാരികളെ ത്യജിക്കണം. നമ്മുടെ മഹാബലി എല്ലാം കൊടുത്തല്ലോ, അളന്നെടുത്തു, സ്വർഗവും എല്ലാം അളന്നെടുത്തു എന്ന് പറഞ്ഞു. ആ കഥ ഒടുവിൽ പറഞ്ഞത് ഇനി മൂന്നാമത്തെ അവിടെ ഉണ്ട്, അതെവിടെ വെക്കട്ടെന്ന് ചോദിച്ചത്. ഈ ദാനം ചെയ്തവരെ കൂടെ ദാനം ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇതാണ് ഈ അഹങ്കാരിയെ കൂടെ ദാനം ചെയ്യുന്നത്. അമ്മയ്ക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? നമ്മൾ ഇതിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, അവനാണല്ലോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനെ കൂടെ അവസാനം ത്യജിക്കേണ്ടി വരും. അതിനെയാണ് വ്യക്തിയുമായിട്ട് പറയുന്നത്. അത് കൊടുത്തു, ഇത് കൊടുത്തു, എല്ലാം കൊടുത്തു, ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് തരാൻ പറഞ്ഞാൽ കാല് വൃത്തിയത്. അത് ഉടനെ ദീക്ഷയാവുകയും ചെയ്തു. അത് കൊടുത്തു, ദീക്ഷയാണ്. കാലുകൊണ്ട് തലയിൽ ശിരസിൽ പാദദീക്ഷ കൊടുത്തു എന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാം എന്തിനാണ് വിശ്വസിക്കുന്നത്? വലിയ പാദത്തിൽ ചവിട്ടി താഴ്ത്തി അല്ലേ? എന്തൊക്കെ കഥകളാണ് പ്രചരിപ്പിച്ചത്. ജ്ഞാനവാനാക്കി, പരിപൂർണ്ണ ജ്ഞാനസ്ഥനാക്കി കഴിഞ്ഞു. അതാണ് വിഷ്ണു ഭഗവാൻ ചെയ്തത്. ഗുരുവാണ്, അദ്ദേഹത്തിന്റെ ഗുരുവാണ് വിഷ്ണു. വാമനൻ, വാമനനായിട്ട് ആ വിഷ്ണു തന്നെയാണ് അവതരിച്ചത്. ഗുരുവായിട്ട് നിന്ന് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോകുന്നുണ്ട്. സാരമില്ല, ഇതിന്റെ കരുത്ത് മനസ്സിലാക്കിയാൽ മതി. ജാഗ്രത. ഈ പറഞ്ഞ ശാസ്ത്രത്തിന്റെ ഇതനുസരിച്ച് പറയണമെങ്കിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ 3 അവസ്ഥയ്ക്ക് സാക്ഷി എന്ന് പറയുന്നത് മൂന്നാമത്തെ ആത്മാവിനെ നിർണ്ണയിക്കാനുള്ള വഴിയാണ്. 4ാമതൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപനാണ് എന്ന് പറഞ്ഞാൽ സത്ത്, ചിത്ത്, ആനന്ദം. ഇത് 3 ആത്മാവിന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് പറഞ്ഞു സച്ചിദാനന്ദ സ്വരൂപമാണ് ഈ ആത്മ. സച്ചിദാനന്ദ സ്വരൂപം എന്ന് വെച്ചാൽ സത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതെന്നർത്ഥം. ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലാതായി പോകാത്തതെന്നാണ് അർത്ഥം. ഒരിക്കലും മാറാത്തതെന്നുള്ള അർത്ഥത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞത്. 2ാമത് പറഞ്ഞു ഇത് ചിത്താണ്. ചിത്തം എന്ന് വെച്ചാൽ സ്വയം പ്രകാശമുള്ളതാണ്. ലോകത്ത് ഒരു വസ്തുക്കൾക്കും സ്വയം പ്രകാശം ഇല്ലെന്നാണ്.
സ്വയം പ്രകാശമുള്ളത് ഈ ആത്മാവ് മാത്രമേ. ബാക്കിയല്ല, സൂര്യന് പോലും സ്വയം പ്രകാശമില്ലെന്നാണ്. പിന്നെ അതൊരു ഫിനോമിനയാണ്. ആ പ്രകാശത്തെ അല്ല നമ്മളിവിടെ പറയും. ഇത് അറിവാണ്. അറിവെന്നുള്ള പ്രകാശത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ആത്മാവിനല്ലാതെ മനസ്സിനും അതിന് അറിവെന്ന് പറയണമെന്നില്ല. പക്ഷെ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ കണക്ക് ഏതോ ഭാവനാത്മകമായിട്ടുള്ളതാണ്. അത് പ്യുവറല്ല. അറിവെന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സ്വരൂപമാണ്. അതാണ് സത്ത് ചിത്ത് പറഞ്ഞത്. ചിത്തം എന്ന് വെച്ചാൽ സ്വയം പ്രകാശമുള്ളത്, ആനന്ദം. ആത്മാവിന് മാത്രമേ ആനന്ദമുള്ളൂ, ബാക്കി ഒന്നിനും ആനന്ദമില്ല. വേറെ ഒന്ന് പറഞ്ഞാൽ എല്ലാം ദുഃഖമയമാണ്. ഈ ലോകവസ്തുക്കളെല്ലാം ദുഃഖമയമാണ്. അതെങ്ങനെ സാറേ ഒക്കുമെന്ന് ചോദിച്ചാൽ, സ്വാമി ഒക്കുമെന്ന് ചോദിച്ചാൽ, പണം എന്ത് സുഖമുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ, അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പണം കൂടുതലുള്ളവരെ സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ? ഇൻകം ടാക്സ് പിടിക്കുമെന്നുള്ള ദുഃഖം, അയ്യോ ഇപ്പം എഴുതി വരും, എത്ര രൂപ കൊടുക്കണം. ഇനി പോട്ട് മക്കളോ ആരെങ്കിലും ഒന്ന് കടന്നു വെച്ച് കളയാന്നുള്ള ദുഃഖം. ഇനി താൻ മരിച്ചുപോയി ഇതെല്ലാം പിന്നെ ആർക്കെങ്കിലുമൊക്കെ പോയി ചേരൂല്ലേ എന്നുള്ള ദുഃഖം. ഇങ്ങനെ ഏത് രൂപത്തിലായാലും ഈ ലോക വിഷയങ്ങളെല്ലാം ദുഃഖമയക്കാതെ അല്ലേ സാർ? ഇതിനെയാണ് അവർ പറയുന്നത് ദുഃഖമയം എന്ന് പറയുന്നത്. നമുക്ക് അംഗീകരിക്കാൻ വയ്യാത്തത്. ദുഃഖമയമെങ്കിൽ എന്തുകൊണ്ട് അതിനെ വിട്ട് ആനന്ദമായിട്ടിരിക്കാൻ ശ്രമിച്ചുകൂടാ? അതൊരു ചോദ്യമല്ലേ? ഇത് പറയുന്നു ഈ ആത്മാവ് ആനന്ദമയമാണ്. വാസ്തവത്തിൽ ലോക വിഷയങ്ങളിലെല്ലാം അനന്തജട ദുഃഖരൂപം എന്ന് വേദം തന്നെ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു ഈ ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപം, ഇതിലുള്ളത് നിത്യമായുള്ളത്, സ്വപ്രകാശമായുള്ളത്, ആനന്ദമായുള്ളത് ഇത് ഈ ആത്മാവ്. അപ്പൊ ഈ ജീവന് ശാശ്വതമായ സുഖം, ആനന്ദം ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവായിട്ട് ചേരണം. ആ ചേരുന്ന രൂപം എന്താണ്? അവന്റെ കൺവെഷനാണ് ഈ മനസ്സും അതിന്റെ ഉപാധികളും. ഇതിനെ വിട്ടിട്ട് എലോണായിട്ട് വന്ന് ഇതിൽ ചേരുന്നതിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ജ്ഞാനമായിട്ട്. ഒരു ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ 90 ലക്ഷ്യമായി വരുന്നതിന് ജീവൻ വിട്ട ലക്ഷണം കൊണ്ട് അതിന്റെ ഉപാധികളെ നേതി ചെയ്യണം. നേതി ചെയ്ത് അതിന് ശേഷിച്ച ആ ചൈതന്യവും ഈശ്വരന്റെ ഉപാധികളെ നേതി ചെയ്ത് അതിനവശേഷിച്ച ആ ചൈതന്യങ്ങൾക്ക് തങ്ങളിലുള്ള ഐക്യത്തെയാണ് മഹാവാക്യം ബോധിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ആ ജീവബ്രഹ്മ ഐക്യങ്ങൾ പറഞ്ഞ് ഈ ജ്ഞാനത്തെ അവിടെ കൊണ്ടുവന്നത്. ഇതെല്ലാം ഒന്ന് പല രൂപത്തിൽ പല ആംഗിളിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ ധാരാളം വായിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാം വായിച്ചു കഴിയുമ്പോൾ ഓരോന്നിലും ഈ ഭാഗങ്ങൾ എങ്ങനെയെല്ലാമാണ് മഹത്തുക്കൾ പ്രതിപാദിച്ചിരിക്കുന്നത്, കൈകാര്യം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തുറന്നു കിട്ടും. മറുപടി തദ്വൃത്തി പ്രതിപാദേന പരിപ്രശ്നേന സേവയ ജ്ഞാനിന് തത്വദർശിഭി. ഉപദേശാന്തിതേ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഉപദേശാന്തിതേ അജ്ഞാനമല്ല, ജ്ഞാനമല്ല. അതെന്താണ് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ജ്ഞാനം ഉപദേശിക്കാൻ പറ്റില്ല. ജ്ഞാനം നമ്മുടെ സ്വരൂപമാണ്. ആ സ്വരൂപത്തെ ഉപദേശിക്കല്ല, അത് അനുഭവത്തിൽ ഇരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ ജ്ഞാനത്തെ മറച്ചിരിക്കുന്ന ഒരു ആവരണമുണ്ട്, അതിനാണ് മാറ്റം. അപ്പൊ അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? ഉപദേശാന്തിതേ അജ്ഞാനം, അജ്ഞാനത്തെ ഉപദേശിച്ചു. അജ്ഞാനം എന്ന് പറഞ്ഞാൽ വിവേകം ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് അവർ ചെയ്യുന്നത്. ജ്ഞാനിത തത്വദർശികളായിരിക്കുന്ന ജ്ഞാനികളും ഈ രൂപത്തിലാണ് ജ്ഞാനത്തെ അവര് ഇതിൽ ആവരണം നീക്കി കാണിച്ചു കൊടുക്കുന്നത്, മറ നീക്കി കാണിച്ചു കൊടുക്കുന്നതാണ് പറയുന്നത്. നമ്മുടെ എല്ലാവരും നിജസ്വരൂപം എന്ന് പറഞ്ഞാൽ ജ്ഞാനം തരാൻ ജ്ഞാനസ്വരൂപങ്ങളാണ് നാമല്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ അറിയുന്നില്ല എന്ന് വിചാരിച്ച് ആ ജ്ഞാനസ്വരൂപം എന്ന് പറഞ്ഞിട്ട് തെറ്റാണ്. അറിയുന്നില്ല എന്നിരിക്കും, ഇതാണ് അജ്ഞാനം. ഞാൻ അറിയുന്നില്ല എന്നുള്ള ഇരുപ്പിനെയാണ് അജ്ഞാനം. ഈ അജ്ഞാനത്തിനെയാണ് മാറ്റം. അത് ജ്ഞാനം കൊണ്ടേ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞതിന്റെ കാരണം ജ്ഞാനം ഉപദേശിച്ചല്ല, അനുഭവത്തിലിരിക്കുന്ന ജ്ഞാനമാണ് നിന്റെ സ്വരൂപമെന്ന് ഇവന് അവബോധം ഉണ്ടാക്കി കൊടുക്കുക.
അതായത് നീ അതിൽ നിന്ന് അല്പം പോലും മാറിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ നീ ലോക വിഷയങ്ങളിൽ ഭ്രമിച്ചിരിക്കുന്നു. ഇത് കഥയില്ലാത്തതാണെന്ന് 1000 വട്ടം ശ്രുതികളും ആചാര്യന്മാർ പറഞ്ഞിട്ടും ഇതിൽ വീണ്ടും 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 ഒരു സത്യബുദ്ധി വെച്ച് നീ പെരുമാറും. ഇതിനെയാണ് അവർ മാറ്റം വരുത്തുന്നത്. ആ സത്യബുദ്ധി വെക്കാനുള്ള കാരണം എന്താണ് സാർ? വിചാരമില്ല, വിവേകമില്ല. ആരും തന്നെ വിവേകിച്ച് നോക്കുന്നില്ല. നമുക്ക് വിവേകശക്തി നഷ്ടപ്പെട്ടു പോയി. വിവേകശക്തി അല്ലെങ്കിൽ വിചാരശക്തി നഷ്ടപ്പെട്ടു പോയി. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് മഹത്വത്തിൽ ഇതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സച്ചിദാനന്ദ സ്വരൂപം എന്നുള്ള മനസ്സിലായത് ഈ ആത്മ സച്ചിദാനന്ദ സ്വരൂപൻ. ഇനി ഇതിന്റെ പ്രമാണം പറയുകയാണ്. ആത്മാ ശുദ്ധ സദാ നിത്യ സുഖരൂപ സ്വയം പ്രഭ അജ്ഞാനാൽ മലിനോഭാതി ജ്ഞാനാൽ ശുദ്ധോ വിഭാപ്യ ആത്മാവിൽ കേവലം ശുദ്ധ ശാന്ത സൂക്ഷ്മ സനാതന അസ്ഥി സർവാന്തര സാക്ഷി ചിന്മാത്ര സുഖ വിഗ്രഹ അയം സ ഭഗവതി ഭഗവാനീശ സ്വയം ജ്യോതിഷ സനാതന തസ്മാത് ജായതേ വിശ്വം അത്രൈവ പ്രവിലീയതേ. ഇതാണ് അതിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രമാണം. இப்படி சூத சங்கரம் என்கிற கிரந்தத்தில் சூத மகர்ஷியானவர் சொல்லி இருக்கிற படியினாலும் பஞ்சானாமபி கோஷானாம் நிஷேதே யுக்திதப்ரதே தன் நிஷேத அவதி சாட்சி போதரூபோ விசிஷ்யதே யோயம் ஆத்மா ஸ்வயம் ஜோதி பஞ்சகோஷ விலக்ஷண അവസ്ഥാത്രയ സാക്ഷിസൻ നിർവികൽപാകരോ നിരഞ്ജന നിർവികാരോ നിരഞ്ജന. இப்படி விவேக சூடாமணி என்கிற கிரந்தத்தில் ஆச்சாரிய சுவாமிகள் சொல்லியிருக்கிற படியினாலும் இதுவே பிரமாணம் சித்தம். ஆனால் இந்த அத்வைத பிரம்ம ஐக்கிய பிரத்யேக ஞானம் தான் ஏதினால் வருமென்றால் நித்திய நைமித்திகமான நிஷ்காம புண்ணியத்வாரா തന്നെ വിചാരിക്ക ചിത്തശുദ്ധി വരും. അത് പറഞ്ഞത് അതാണ്. നിത്യനൈമിത്യമാണ് നിഷ്കാമ പുണ്യദ്വാര തന്നെ വിചാരിക്ക ചിത്തശുദ്ധി വരും. ചിത്തശുദ്ധി ദ്വാര നിത്യാനിത്യ വസ്തുവിവേകവും നിത്യാനിത്യ വസ്തുവിവേകദ്വാര ഇഹമുത്രാർത്ഥ ഫലഭോഗ വിരാഗവും ഇഹമുത്രാർത്ഥ ഫലഭോഗ വിരാഗദ്വാര സമാധി ഷഡ്ക സമ്പത്തിയും സമാധി ഷഡ്ക സമ്പത്തി ദ്വാര മുമുക്ഷുത്വവും മുമുക്ഷുത്വദ്വാര സദ്ഗുരു ലാഭവും സദ്ഗുരുലാഭദ്വാര ശ്രവണവും ശ്രവണദ്വാര മനനവും മനനദ്വാര നിധിധ്യാസനവും നിധിധ്യാസനദ്വാര സർവം സച്ചിദാനമെങ്കിര ആത്മജ്ഞാന സാക്ഷാത്കാരവും വരും. ഇതിൽ സംശയമില്ല. ഇങ്ങനെയാണ് ക്രമമായിട്ട് ആത്മജ്ഞാന സാക്ഷാത്കാരം ഇതിൽ ഉണ്ടാകുന്ന ഒരു വിധം സ്വാമി പറഞ്ഞിരിക്കുകയാണ്. പറയണേ, ആനാലിന്റെ അദ്വൈത ബ്രഹ്മ ഐക്യ പ്രത്യക്ഷ ജ്ഞാനം താൻ ഏതിനാൽ വരുമെന്നാണ്. അദ്വൈത ബ്രഹ്മ ഐക്യ പ്രത്യക്ഷ ജ്ഞാനം എന്നാണ് പറയുന്നത്. അപരോക്ഷ ജ്ഞാനം. ഇതിന്റെ പേര് അപരോക്ഷ ജ്ഞാനം. ഈ അപരോക്ഷ ജ്ഞാനം എങ്ങനെ വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയുന്നു, നിത്യനൈമിത്യമായ കർമ്മങ്ങൾ നിഷ്കാമ പുണ്യ ദ്വാര ചിത്തശുദ്ധി വരും. ആകെ വേണ്ടത് നമ്മുടെ ചിത്തശുദ്ധിയാണ്. അത് എങ്ങനെ കൈവരിക്കാമെന്ന് ചോദിച്ചാൽ നിഷ്കാമ കർമ്മ പുണ്യ ദ്വാര ചിത്തശുദ്ധി വരും. ഈ ചിത്തശുദ്ധി ദ്വാര നിത്യാനിത്യ വസ്തുവിവേകവും, വാസ്തവത്തിൽ ഈ നിത്യാനിത്യ വസ്തുവിവേകം ആർക്കുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഈ ചിത്തശുദ്ധി ഉള്ളവർക്കാണ്. എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. ചിത്തശുദ്ധി ഉള്ളവർക്കാണ് ഈ പറയുന്ന നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടാകും. നിത്യാനിത്യ വസ്തുവിൽ എന്ന് പറയുന്നത് 4 സാധനങ്ങൾ കൊണ്ടാണ് ഒരു ജിജ്ഞാസു ഒരു ഗുരുവിനെ സമീപിക്കേണ്ടത്. 4 സാധനങ്ങൾ വേണം. അതിൽ ആദ്യത്തേതാണ് നിത്യാനിത്യ വസ്തു വിവേകം. വേറൊന്നുമില്ല. ഈ ലോകത്ത് ഇതെല്ലാം അനിത്യമാണെന്നുള്ള നിലയിൽ ഇതിനെയെല്ലാം നോക്കിക്കാണുന്നത് തന്നെ. ഇതെല്ലാം അനിത്യമാണ്. ഒന്നിനും ഒരു ശാശ്വതത്വമില്ല.
എല്ലാം അനിത്യമാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഇതുമായിട്ടുള്ള ആ സംഘം വിടുകയാണ്, മനസ്സിന്റെ ആ സംഘം വിടും. ഈ കഥയില്ലാത്ത കാര്യങ്ങളിൽ പോയി ചിന്തിക്കാനോ അതിനെ സംബന്ധിച്ച് പ്രവർത്തിക്കാനോ ഒന്നും തോന്നില്ല, വിട്ടുകളയും. വാസ്തുക്കൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. അനിത്യമായിരിക്കുന്ന ഇതിനെല്ലാം അവർ പൂർണ്ണമായി ഉപേക്ഷിച്ചതാണ്. അതിന് പ്രവൃത്തിയില്ല, അവരുടെ മനസ്സ് പ്രവർത്തിക്കില്ല. പിന്നെ നമ്മളുടെ കുഴപ്പം എന്താണ്? ഈ അനിത്യ വസ്തുക്കളെല്ലാം മൂഢതയിൽ നിത്യമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന്റെ പുറകെ നിൽക്കുക. മൂഢത കൊണ്ടാണ്. ഈ ഈശ്വരൻ തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ചാൽ ആളും ഇത് അംഗീകരിച്ചു കൊടുക്കില്ല. നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ബുദ്ധി പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതാണ് നമ്മുടെ മൂഢത. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അത് പോട്ടെ, അത് എന്തെങ്കിലും ആയിക്കോട്ട് പോട്ടെ എന്നുള്ള മട്ടാണ് എല്ലാവർക്കും. സീരിയസ്നെസ് ഇല്ല. ഇപ്പൊ സ്വാമിക്കുള്ള പോലെ സീരിയസ്നെസ് വന്നില്ല. മനസ്സിലല്ലേ? എപ്പോ വേണമെങ്കിലും മരിച്ചു പോകുന്നു. ഇതിനകത്ത് താൻ വന്നതിന്റെ ലക്ഷ്യം എന്താണ്? അതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് അബോധമായി ബോധക്കേടായിട്ട് വരുന്നില്ല. അവർക്ക് തോന്നില്ല. അത് തോന്നാതിരിക്കുന്ന കാരണം എന്താണ്? ഈ നിത്യാനിത്യ വസ്തുവിലും പൂർണ്ണമായില്ല. വാസ്തവത്തിൽ നിത്യമായിട്ടുള്ളത് ഏതെന്നല്ല നോക്കേണ്ടത്. നിത്യമായിട്ടുള്ളതിന് ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ ഇതെല്ലാം അനിത്യമാണെന്ന് അറിയാമല്ലോ. അനിത്യമായിരിക്കുന്ന വസ്തുവിനെ പിടിച്ച ഒരാൾക്ക് നിൽക്കാൻ പറ്റുമോ? എന്നൊന്നും നിൽക്കാൻ പറ്റുമോ? അവർ വിട്ടുകളയുന്നത് തന്നെയാണ് ആ നിത്യത്വമായ ആത്മാവിന്റെ സ്വഭാവം. അതിന് നിത്യം ആത്മാവെന്ന് പറയല്ല വേണ്ടത്. ഇവിടെ പറയുന്നത് നിത്യാനിത്യ വസ്തു വിവേകം ചെയ്തിരിക്കാൻ. അവിടെ നിത്യം ആത്മാവെന്ന് പറയല്ല വേണ്ടത്. അനിത്യത്തിന് വിട്ടു നിൽക്കാൻ സാധിച്ചാൽ. അനിത്യം എന്ന് പറഞ്ഞാൽ നിത്യമല്ലാത്തതിൽ ആ ഒരു സത്യബുദ്ധിയോടുകൂടി നിൽക്കേണ്ട, വിട്ടുകളഞ്ഞു. എങ്ങനെ? അതിൻ്റെ അകത്തുള്ളതിനെയാണ് വിട്ടുകളഞ്ഞത്. മനസ്സിനെ അതിൽ പ്രവർത്തിപ്പിക്കാതാണ്. അത് സംബന്ധിച്ചു അറിഞ്ഞു നമ്മൾ അവിടെ അവിടുത്തെ ഒരു സ്ഥലം ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി. അത് കേട്ടെന്ന് വിചാരിച്ച് അത് സംബന്ധിച്ച് അവർ അല്പം പോലും അതിൽ ചിന്തിക്കില്ല. അവർ ഇങ്ങനെ വിചാരിക്കും, എല്ലാം ആ ഭഗവാന്റെ ഇച്ഛ പോലെ ഓരോന്നും നടക്കും. അപ്പോൾ നമുക്കെന്ത്? എല്ലാം നടക്കേണ്ടതെല്ലാം നടക്കട്ടെ എന്നുള്ള മട്ടിൽ ജ്ഞാനികളും ഇതിൻ്റെ ഇടയ്ക്ക് വർത്തിക്കുന്നുണ്ട്. അപ്പോൾ അനിത്യ വസ്തുക്കളിൽ രൂഢമൂലമായ അഭിമാനം വച്ച് പുലർത്തുന്നതിന് വിട്ടവരായിരിക്കണം. അതാണ് നിത്യാനിത്യ വസ്തു വിവേകം ഉള്ളവരെന്ന് പറഞ്ഞത്. രണ്ടാമത് ഇഹപുത്രാർത്ഥ ബലഭോഗ വിരാഗം. ഇഹത്തിലും പരത്തിലുമുള്ള സകല ഭോഗവസ്തുക്കളിൽ മേലിരിക്കുന്ന ആശ വിട്ടവരാണ്, അതിൽ ഉപേക്ഷിച്ചവരാണ്, വിരക്തി ഉണ്ടായവരെന്ന അർത്ഥം. ഈ ലോകവസ്തുക്കളിൽ സുഖം തരുന്നുവെന്ന് ഇരുന്ന മൂഢത മാറി ഈ ലോകവസ്തുക്കൾ ദുഃഖമാണ് തരുന്നതെന്നുള്ള വിവേകത്തെ കൊണ്ടുവന്ന് ഈ ലോകവസ്തുക്കളിൽ മേൽ ഒരു വിരക്തിയെ കൊണ്ടുവന്ന് വെച്ചിരിക്കേണ്ടത്. എല്ലാം ഉപേക്ഷിക്കാനുള്ള അർത്ഥം ഉപേക്ഷിക്കലല്ല. ഇതിനെ സംബന്ധിച്ചുള്ള വിവേകത്തെ അവിടെ സ്വരുക്കൂട്ടിയെന്നാണ്. വിവേകത്തെ സ്വരുക്കൂട്ടി നിർത്തുന്നത് തന്നെയാണ് നമ്മുടെ അഭ്യാസം. അത് ആ പരിപൂർണ വിവേകത്തില് ഈ ലോകമില്ല, കേവലം ആത്മാ മാത്രമായൊരു നിലയുണ്ട്, താൻ മാത്രമായിട്ടുള്ള നിലയുണ്ട്. ഇപ്പൊ താൻ മാത്രമായപ്പോൾ സ്വാമി ഇല്ലെന്നല്ല, സ്വാമിയും നിൽക്കുക ഞാനായിട്ട് തന്നെ നിൽക്കും. സർവ്വതും ആ ഈശ്വരമയമായിട്ട് ഈശ്വരനായിട്ടുള്ള അദ്വൈത ദർശനമായിട്ടുണ്ട് ഉണ്ടാവും. ഇതൊരു അനുഭവമാണ്, മതത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളാണ്, മനസ്സിലാക്കണം. അപ്പം നിത്യാനിത്യ വസ്തുവൊക്കെ പറഞ്ഞു, ഇഹപുത്രാർത്ഥ ഫലഭോഗ വിരാഗം, ഇതൊക്കെ 1 by 1 ആയിട്ടാണ്. ആർക്കാണോ അന്ധക്കരണ ശുദ്ധി വരുന്നത് അവർക്ക് നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടാവും. ആർക്കാണോ നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടാകുന്നത് അവർക്ക് ഇഹപുത്രാർത്ഥ ഫലഭോഗ വിരാഗം ഉണ്ടാവും. ആർക്കാണോ ഈ ഫലഭോഗ വിരാഗം ഇല്ല വരുന്നത് അവർക്ക് ഈ സമാധി ശൽക്ക സമ്പത്തി ഉണ്ടാവും. സമാധി ശൽക്ക സംബന്ധിച്ച ഇന്ദ്രിയങ്ങളെ ബന്ധിക്കുന്നതാണ്. സമം അകക്കരണദണ്ഡം, ദമം പുറക്കരണദണ്ഡം. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ബന്ധിച്ചു കളയും. അവർക്ക് ഇപ്പൊ കണ്ടാലും അവർ കാണുന്നില്ല. ഇവിടെ ശിരാസി എന്ന് പറഞ്ഞ പോലെ വേദം പറഞ്ഞു, കാണാം നോക്കരുത്, കാണാം നോക്കരുത്. സാറിന് അതിൻ്റെ അർത്ഥം പറയാൻ പറ്റുമോ?
ഒരു വസ്തുവിനെ കാണാം, പക്ഷെ നോക്കരുത്. അതെ. അപ്പൊ നോക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുമാണ്. കാണുന്നതിന് മനസ്സ് വേണ്ട, അറിവ് മതി. കേവലം അറിവിലെല്ലാം കാണാം. ഈ ലോകം മുഴുവൻ കണ്ണടച്ച് നടക്കാനും അല്ല പറഞ്ഞത്. ഇപ്പൊ എല്ലാവരും കൂടെ കണ്ണടച്ച് നടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഇടിച്ച് അല്ല പ്രശ്നമാവും, അതല്ല പറഞ്ഞത്. പക്ഷെ നോക്കരുത്. നോക്കുക എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് എന്നാണ്. നമ്മൾ അത് ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ മനസ്സ് പ്രവേശിപ്പിക്കരുത്. അല്ല, അത് നമ്മൾ വഴി മധ്യേ പറഞ്ഞതേ ഉള്ളൂ. ഈ 4 സാധനങ്ങളെ എന്ത് രസകരമായിട്ടാണ് സ്വാമി പറഞ്ഞു വെച്ചിരിക്കുന്നത്. പറഞ്ഞു, ഈ അദ്വൈത ബ്രഹ്മ ഐക്യം പ്രത്യക്ഷ ജ്ഞാനം താൻ ഏതിനാൽ വരുമെന്നാൽ വരുന്നതിന്റെ കാര്യം പറയുമ്പോൾ നിത്യനൈമിത്യமான നിഷ്കാമ പുണ്യ ദ്വാര തന്നെ വിചാരിക്കും ചിത്തശുദ്ധി വരും. ചിത്തശുദ്ധി ദ്വാര നിത്യാനിത്യ വസ്തുവിവേകവും വരും. നിത്യാനിത്യ വസ്തുവിവേക ദ്വാര ഇഹമൂത്രാർത്ഥ ഫലഭോഗ വിരാഗം വരും. ഇഹമൂത്രാർത്ഥ ഫലഭോഗ വിരാഗ ദ്വാര സമാധിശൽക്ക സമ്പത്തി, സമാധിശൽക്ക സമ്പത്തി ദ്വാര മുമുക്ഷുത്വവും, മുമുക്ഷുത്വദ്വാര സദ്ഗുരുലാഭവും, സദ്ഗുരുലാഭദ്വാര ശ്രവണവും, ശ്രവണദ്വാര മനനവും, മനനദ്വാര നിധിധ്യാസനവും, നിധിധ്യാസനദ്വാര സർവം സച്ചിദാനന്ദമയമെങ്കിൽ ആത്മജ്ഞാന സാക്ഷാത്കാരവും വരും. അതാണ്. ഇങ്ങനെയാണ് ക്രമത്തിൽ ഈ സാക്ഷാത്കാര ജ്ഞാനം ഇതിലും വരുന്നത്. ഇതിന്റെ മുഖവുരയാണ് മനസ്സിന്റെ ശുദ്ധി. അതുകൊണ്ടാണ് അന്ധക്കരണ ശുദ്ധിയില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു ഫലവുമില്ല. അന്ധക്കരണ ശുദ്ധി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കാമ്യകർമ്മം നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യാൻ അറിയാത്തതിനെയാണ് അന്ധക്കരണ ശുദ്ധി കുറവെന്ന് പറയുന്നത്. കർമ്മം ചെയ്യാതിരിക്കലല്ല നമ്മുടെ ലക്ഷ്യം. കർമ്മം ചെയ്യാം, പക്ഷെ അത് ഈശ്വരാർപ്പണ ബുദ്ധിയിൽ ചെയ്യണം. ഗുരുവർപ്പണ ബുദ്ധിയിൽ ചെയ്യാൻ പഠിക്കണം. അതെ. അപ്പോൾ അങ്ങനെ അതൊരു പുതിയ പഠനമാണ് സാർ, ജീവൻ. അത് ഗുരുക്കന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള ശേഷിയുള്ള അത് പറഞ്ഞു കൊടുക്കും. ചെയ്തോളാം, നല്ല കാര്യങ്ങൾ ചെയ്തോ. നമ്മളത് പറയാം, നമ്മളൊക്കെ എന്തെല്ലാമാണ് പറഞ്ഞു. ഒരിക്കൽ ഒരു സംഭവം പറയാം. ഒരിക്കൽ ഈ ആശ്രമത്തിൻ്റെ ഈ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കെട്ടി വരുന്ന ഒരവസരത്തിൽ ഓരോരുത്തരും സ്പോൺസർ ചെയ്യും. അടിയനും പറഞ്ഞു ഇതുപോലെ ആ ഹാളിലുള്ള ഫാനെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിടാവുന്നത്. വേണ്ടത് നീ കുറച്ച് പണമുണ്ടോ തന്നെ, അത് എനിക്ക് എന്താണ് തോന്നുന്നത് ഞാൻ ചെയ്തത്. കാരണം ഈ ഫാൻ ഞാൻ വാങ്ങിച്ച എപ്പോഴും ഞാൻ ഇതിൽ കടന്നു വരുമ്പോൾ ഇതിന് നോക്കിയിട്ട് ഇത് ഞാൻ വാങ്ങിച്ചിട്ടതാണെന്നുള്ള ഒരു ഭാവം ഇത് വരും. ഇത് വരരുത് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കാമ്യമായിട്ട് ഇത് ചെയ്താലുള്ള അപകടമാണ്. നമുക്ക് ഇതുകൊണ്ട് ദോഷമേ ഉള്ളൂ. നമുക്ക് ഗുണം വരണമെന്ന് നിൽക്കാൻ പാടിയാണ്. അത് നമ്മൾ ചെയ്തല്ല, അത് ഈശ്വരൻ നമ്മിലൂടെ എന്തോ പ്രവർത്തിച്ചു. വാസ്തവത്തിൽ അതിനെപ്പറ്റി പിന്നീട് ഓർമ്മിക്കാൻ പോലും പാടില്ല. അതിനെയാണ് നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നിഷ്കാമ കർമ്മമാണ് നമ്മൾ മറന്നുപോയത്. ഈ ജീവന്മാരെ ആയിപ്പോയതിന്റെ കാരണം എന്താണ്? ഈ കാമ്യകർമ്മത്തിൽ മാത്രം ശ്രദ്ധാലുക്കളാണല്ലോ. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 3, ഇങ്ങനെയുള്ള കണക്കേ നമുക്കറിയാവൂ. അപ്പോൾ ഇതിനെ വിടാനാണ് പറഞ്ഞത്. ഐശ്വരാത്മം പറഞ്ഞാൽ ഇല്ല, അഥവാ ഈ ലാഭമോ നഷ്ടമോ വേണ്ട, എല്ലാം ഐശ്വര്യന് പോയി ചേരട്ടെ എന്നൊരു ഭാവത്തോടു കൂടി നമ്മൾ ഈ കർമ്മം ചെയ്ത് നോക്കാനാണ് ഇപ്പം അതിൻ്റെ കരുത്ത് നമുക്ക് മനസ്സിലായി വരുന്നത്. ഇപ്പോഴാണ് മനസ്സിലായി വരുന്നത്. കാരണം ഇതിൻ്റെ പുറത്തിരിക്കുന്ന കുഴപ്പം ചിന്മാൻ സ്വാമി, ഞങ്ങൾ ചിന്മാൻ സ്വാമി പറയും, എടാ എല്ലാം ഈശ്വരാർപ്പണം ചെയ്യണോടാ. എപ്പോഴും ഈ പണം ഒത്തിരിക്കുന്നത് ദൈവത്തിന് കൊടുക്കണമെന്നുള്ള അർത്ഥമാണോ? അങ്ങനെയൊക്കെ തോന്നിക്കളയും. അല്ല, ഇതെല്ലാം ഈശ്വരൻ്റെതാണ് എന്നുള്ള മനോഭാവം ഇതിൽ വളർത്തിക്കൊണ്ടുവരിക. എന്നിട്ട് ഇതിലൊന്നും ഇതിലെ നഷ്ടത്തിലോ ലാഭത്തിലോ ഈ ഭേദം വരാതെ സൂക്ഷിക്കും. ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ പടിയാണിത്, മനസ്സിൻ്റെ ശുദ്ധി. അന്ധക്കരണ ശുദ്ധിദ്വാര നിത്യാനിത്യ വസ്തുവിവേകം ഉണ്ടാവുന്നു. ഇതിൽ നിത്യമേത് അനിത്യമേത്. ഇതാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ഇത് നമുക്ക് വീണ്ടും തുടരാം. ഇങ്ങനെയുള്ള സാധന ചതുഷ്ട സമ്പന്നരായിരിക്കുന്ന മഹത്തുക്കളാണ് ഈ ബ്രഹ്മവിദ്യയ്ക്ക് അധികാരികളായിട്ടിരിക്കുന്നത്. സാധാരണക്കാരല്ല. സാധാരണക്കാർക്കൊന്നും ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് വെറും ഇൻഫർമേഷനാണ്, വെറുതെ കുറെ വാക്കുകൾ.
വേണമെങ്കിൽ പ്രസംഗിക്കാനും പറ്റില്ല സാർ. അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അനുഭവം വരുന്നു ആ ജ്ഞാനം ഇതിൽ ഉണ്ടാവണമെങ്കിൽ അതാണ് സർവം സച്ചിദാനമെങ്കിൽ ആത്മജ്ഞാന സാക്ഷാത്കാർ വരുമെന്നാണ്. എല്ലാം സച്ചിദാനന്ദമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സ്വർണം ആഭരണത്തിലൂടെ പ്രകടമായിരിക്കുകയാണ്. വാസ്തവത്തിൽ ആഭരണത്തിൽ ഊടും പാവുമായിട്ടിരിക്കുന്നത് സ്വർണ്ണമല്ലേ. ഇപ്പൊ സ്വർണത്തെ വിട്ട് ആഭരണത്തെ കാണുമ്പോൾ അത് വാളയും മാലയും കമ്മലും മോതിരവും എന്നുള്ള ഭേദങ്ങൾ ഇതിലുണ്ട് ഇല്ലേ. വാസ്തവത്തിൽ അത് സ്വർണമെന്ന് കണ്ടാലോ വളയും മാലയും എന്നുള്ള ആ നാമരൂപ സംസ്കാരത്തിന് ഒരു നമ്മൾ പ്രവർത്തിക്കാനേ പറ്റാതാവും. നമ്മൾ പ്രവർത്തിക്കുന്ന മനസ്സിനെ ഇളക്കുന്ന സ്വഭാവം അതിന് മാറും. ഇത് എല്ലാം ഈ സച്ചിദാനന്ദ ആത്മാവാണെന്നുള്ള ആ ബുദ്ധി ഇതിൽ ദൃഢപ്പെടുത്തുന്നതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. എന്നിട്ട് ആ മനസ്സ് ഇതിൽ വരാതെ കേവലം അറിവിലിരുന്നു കൊണ്ട് ആ വർത്തമാനകാലത്തിൽ ഇരുന്ന പോലെ ഇരിക്കുന്ന ഒരു നില ഇതിൽ ഉണ്ടാക്കിയെടുത്താൽ ഇത് പറയുന്നു കൂടി ശീഘ്രം ഈ നിർവികൽപ്പ സമാധിയിൽ പ്രത്യക്ഷപ്പെടും. ഈ നിർവികൽപ്പ സമാധി വസ്തുതന്ത്രം എന്നാണ് പറയുന്നത്. വസ്തുതന്ത്രം എന്ന് വെച്ചാൽ മാൻ മെയ്ഡ് അല്ല, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. അത് ഇതിൽ സംഭവിക്കുന്ന ഒരു അലൗകികമായൊരു സംഭവമാണ്. ഇതാണ് നമുക്കിവിടെ ഇല്ലാതെ പോയത്. ഇത് ഗുരുദേവന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായിക്കോ. ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹ ഉമാരമണ ഭൂതേ സാ